+1 പ്രവേശന വിഷയത്തിൽ സംഘർഷഭരിതമാകുകയാണ് മലബാർ മേഖല. 25,000 സീറ്റുകളുടെ കുറവ് മലപ്പുറത്ത് മാത്രമുണ്ട് എന്നതാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തന്നെ കണക്ക്. അത് പെരുപ്പിച്ച കണക്കാണെന്ന് പ്രതിരോധിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയും. മന്ത്രിയുടെ കണക്കിൽ കുറവുള്ളത് 3,000-ഓളം സീറ്റുകൾ മാത്രമാണ്. അതും ഒരു നിസാരവൽക്കരിക്കേണ്ട കണക്കല്ല. അധിക ബാച്ച് ആവശ്യം കാലങ്ങളായുള്ളതാണ്. സമരരംഗത്തില്ല എങ്കിലും SFIയും ആ ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. മുഴുവൻ വിഷയങ്ങൾക്കും A+ വാങ്ങിയിട്ടും ആശങ്കയോടെ ദിവസങ്ങൾ തള്ളി നീക്കുന്ന വിദ്യാർത്ഥികൾ പ്രതിപക്ഷ സംഘടനകൾക്കൊപ്പം കഴിഞ്ഞ ദിവസം സമരരംഗത്തെത്തി. +1 പ്രതിസന്ധിയിലോ? സീറ്റ് കുറവിന് പരിഹാരം എന്താണ്? സമരങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാമോ? എന്തു പഠിക്കണമെന്ന് ആരു തീരുമാനിക്കണം? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. ശ്രീ PM ഷോ, SFIയുടെ സംസ്ഥാന സെക്രട്ടറി, കോൺഗ്രസിൽ നിന്ന് ശ്രീ KM അഭിജിത്ത്, MSFന്റെ സ്റ്റേറ്റ് സെക്രട്ടറി റഷാദ് VM, ABVP ദേശീയ നിർവാഹക സമിതി അംഗം യദു കൃഷ്ണൻ. ചർച്ചയുടെ വേളയ്ക്ക് ശേഷം +1 സീറ്റ് പരിമിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറേ അധികം അധ്യയന വർഷ ആരംഭങ്ങളിൽ നമ്മൾ കാണുന്നതാണ്. അതാത് സമയത്ത് സമരങ്ങൾ ഉണ്ടാകാറുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ പ്രതിസന്ധി ഒരു ഘട്ടം വരെ മുറുകാറുണ്ട്. കഴിഞ്ഞ തവണ +1 സീറ്റ് സംസ്ഥാനത്ത് പക്ഷെ അധികമായിരുന്നു. അതായത് അഡ്മിഷനുകൾക്ക് ശേഷം അധികം വന്നു എന്നുള്ളതാണ് സർക്കാർ നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത്. മലബാർ മേഖല, മലപ്പുറം, കോഴിക്കോടൊക്കെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ വലിയ തോതിൽ പ്രതിഷേധം മുന്നോട്ട് വെക്കുന്നുമുണ്ട്. ഈ ഘട്ടത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. സംസ്ഥാനത്ത് എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇഷ്ടമുള്ളൊരു സ്കൂൾ വിഷയം തിരഞ്ഞെടുക്കാൻ കഴിയാത്ത പ്രതിസന്ധി ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അത് ആരോഗ്യകരമായ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അഭിലഷണീയമായ ഒരു പ്രവണതയല്ല എന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യവുമാണ്. ശ്രീ PM ഷോ, ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി +2 റിസൾട്ട് പ്രഖ്യാപന ദിവസം പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ഇതിപ്പോൾ ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ പോളിടെക്നിക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് തിരിയാമല്ലോ എന്നതടക്കം. വിദ്യാർത്ഥികൾ ഏത് വിഷയം പഠിക്കണമെന്നത് അവരുടെ അഭിരുചിക്കനുസരിച്ച് അവരുടെ ഇഷ്ടമനുസരിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് പ്രാഥമികമായി. ഇന്നിപ്പോൾ MSFും KSUവും അടക്കമുള്ള സംഘടനകൾ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്ന ഇടത്തോളം ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നു. സംസ്ഥാനത്ത് SFIക്കും സമാനമായ അഭിപ്രായമുണ്ട്. സംസ്ഥാനത്ത് +1 സീറ്റ് പര്യാപ്തമല്ല എന്ന്. എന്താണ് നിങ്ങളുടെ ഈ കാര്യത്തിലെ നിലപാട്? എങ്ങനെയാണ് നിങ്ങൾ സർക്കാരിൽ ഈ വിഷയം സമ്മർദ്ദ രൂപേണ അവതരിപ്പിക്കുക? അല്ല, ഞങ്ങളുടെ നിലപാട് ഇതിനോടൊപ്പം തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ നിലവിലെ കണക്കുകൾ പ്രകാരം സീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അത് അലോട്ട്മെൻറ്റിൻ്റെ പ്രക്രിയ പൂർത്തിയാകുന്ന ഘട്ടത്തോടു കൂടി അത് പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. എന്നാൽ നമ്മൾ താലൂക്ക് തിരിച്ച് കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്നത് ചില താലൂക്കുകൾ കേന്ദ്രീകരിച്ച്, സംസ്ഥാനത്ത് വിവിധ താലൂക്കുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ എണ്ണത്തേക്കാൾ കുറവ് വിവിധ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ ഉൾപ്പെടെ കാണുകയും ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് നിലവിലുള്ള ആശങ്ക പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് ഉണ്ടാകണം എന്നുള്ളത് ആവശ്യപ്പെടുകയും ബാച്ചുകൾ വർദ്ധിപ്പിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് തയ്യാറാകുന്ന നിലയുണ്ടാകണം എന്ന വളരെ കൃത്യമായിട്ടുള്ള സഭയുടെ നിലപാട് അറിയിച്ചു പോവുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ ഘട്ടത്തിലും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് ഇപ്പോൾ വിവിധ അലോട്ട്മെൻറ്റിൻ്റെ ഘട്ടങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അലോട്ട്മെൻറ്റിൻ്റെ ഘട്ടങ്ങൾ പൂർത്തീകരിക്കുന്നതോടുകൂടി ഏതെങ്കിലും നിലയ്ക്ക് സംസ്ഥാനത്ത് എവിടെയെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഈ പറഞ്ഞ പോലെ ഉപരിപഠനത്തിന് അർഹരായ, ഉന്നത പഠനത്തിന് അർഹരായ വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ ആ സാഹചര്യത്തെ മറികടക്കുന്നതിന് വേണ്ടി അവർ പഠിക്കുന്നതിനുള്ള സാഹചര്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്ന ഘട്ടത്തിൽ സീറ്റ് വർദ്ധിപ്പിച്ചും ബാച്ച് വർദ്ധിപ്പിച്ചും അത് പരിഹരിക്കുന്നതിന് വേണ്ടിയും ഉന്നത പഠനത്തിന് അർഹരായ കേരളത്തിനകത്ത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും പഠിക്കുന്നതിനുള്ള സാഹചര്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് കഴിഞ്ഞ നാളുകളിലൊക്കെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഈ ഘട്ടത്തിലും അങ്ങനെയാകും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ അതല്ലാത്തൊരു നിലയുണ്ടായാൽ അതിശക്തമായിട്ടുള്ള സമരങ്ങൾക്ക്, പ്രക്ഷോഭങ്ങൾക്ക് SFI നേതൃത്വം കൊടുക്കും എന്നുള്ളതിനകത്തൊരു തർക്കവും വേണ്ട. എന്നാൽ വളരെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഇതിനെ വളരെ തെറ്റായി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം സമൂഹത്തിനകത്ത് നമ്മുടെ നാടിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് പൊള്ളത്തരങ്ങളുണ്ട്, ചില തെറ്റായ കണക്കുകളുണ്ട്. അതിൻ്റെ അപ്പുറം
അതിനപ്പുറം നമ്മൾ ഇതിനകത്ത് ചരിത്രപരമായി തന്നെ പരിശോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ സ്ഥാപിക്കാൻ വേണ്ടി ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മലബാറിനോട് മലപ്പുറത്തോടൊക്കെ വലിയ അവഗണന ഇടതുപക്ഷ ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന നിലയിൽ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ 90കളിൽ +2 ആരംഭിച്ച ഘട്ടം മുതൽ ഇങ്ങോട്ട് കേരളത്തിനകത്ത് അധികാരത്തിലിരുന്ന വിവിധ ഗവൺമെൻറ്റുകളുണ്ട്. അതിൽ ഇടതുപക്ഷ ഗവൺമെൻറ് ഉണ്ട്, UDFൻ്റെ മിനിസ്ട്രികളുണ്ട്. ഈ ഓരോ ഗവൺമെൻറ്റും നടത്തിയ ഇടപെടലുകൾ നമ്മൾ പരിശോധിച്ചാൽ, അവർ പുതുതായി അനുവദിച്ച ബാച്ചുകളുടെ എണ്ണം പരിശോധിച്ചാൽ, പുതുതായി അനുവദിച്ച സർക്കാർ സ്കൂളുകളുടെ എണ്ണം പരിശോധിച്ചാൽ, അധികമായി വർദ്ധിപ്പിച്ച സീറ്റുകളുടെ എണ്ണം പരിശോധിച്ചാൽ ഒക്കെ തന്നെ നമുക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന ഒന്നുണ്ട്. എല്ലാ ഘട്ടത്തിലും മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകൾക്കകത്തെ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തെ കൂടുതൽ മികച്ചതാക്കുന്നതിന് വേണ്ടി അവിടുത്തെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് സാധ്യമായ എല്ലാ രീതിയിലും ഇടപെടൽ നടത്തുന്ന ഒരു സർക്കാരിനെതിരെ, ആ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധമടക്കമുള്ള സമരവുമായി മുന്നോട്ട് പോകാൻ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളെ പ്രേരിപ്പിക്കുന്നത് കേവലം രാഷ്ട്രീയം മാത്രമാണോ? പെരുപ്പിച്ച കണക്കുകളുമായാണോ നിങ്ങൾ തെരുവിലിറങ്ങുന്നത്? അല്ല, ഒരിക്കലും അല്ലെന്നേ. ഞാൻ ആദ്യം വിചാരിച്ചു SFIയുടെ പ്രതിനിധി വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കുമെന്ന്. പക്ഷെ അദ്ദേഹത്തിന്റെ അവസാനത്തെ വാദപ്രതിവാദങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അദ്ദേഹം ഉന്നയിച്ച പല വാദങ്ങളും സർക്കാരിനെ വെള്ളപൂശാൻ വേണ്ടി, സർക്കാരിനെ ന്യായീകരിക്കാൻ വേണ്ടി ഒരുപക്ഷെ ഇന്നടക്കം പത്രസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്കുകൾ അവതരിപ്പിച്ച പോലെ ഒരു വാദം മാത്രമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴും ഞങ്ങൾ കൃത്യമായിട്ട് നമുക്കറിയാലോ, ഇന്ന് നിങ്ങൾ പത്ര മാധ്യമങ്ങളെല്ലാം പുറത്തുവിട്ട കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. മുഴുവൻ വിഷയങ്ങൾക്കും A+ കിട്ടിയ കുട്ടികൾക്ക് അവർ കഷ്ടപ്പെട്ട് പഠിച്ചു, ഉറക്കില്ലാതെ ഊണില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച് മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയിട്ടും അവർക്ക് പോലും സീറ്റില്ലാത്ത അവസ്ഥയിലൂടെ മലബാറിലെ പല ജില്ലകളിലെയും കാര്യങ്ങൾ കടന്നു പോകും. അപ്പോൾ ഇത് ഒരു പ്രാദേശികവാദമല്ല, ഇതൊരു മലപ്പുറത്തിൻ്റെയോ മലബാറിൻ്റെയോ മാത്രം വിഷയമല്ലല്ലോ. ഇത് വിദ്യാർത്ഥികളുടെ അവസരത്തിൻ്റെ പ്രശ്നമാണ്, വിദ്യാർത്ഥികളുടെ അവന് പഠിക്കാനുള്ള അവകാശത്തിൻ്റെ പ്രശ്നമാണ്. ഈ മികച്ച രീതിയിൽ മാർക്ക് വാങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരം കേരളത്തിൽ ഇല്ലാതിരിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുക അല്ലാതെ മറ്റെന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ നോക്കൂ, ഇന്ന് നിങ്ങളുടെ അടക്കം റിപ്പോർട്ടർമാരുടെ നിങ്ങൾ വിളിച്ചു ചോദിക്കുക, ഏതാണ്ട് 30,000-ൽ പരം വിദ്യാർത്ഥികൾ മലപ്പുറത്ത് ഇനിയും അഡ്മിഷൻ ഇല്ലാതെ മുമ്പോട്ട് പോകുന്നു. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞൊരു കണക്കൂടി നമ്മുടെ മുൻപിലില്ലേ? വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ ആകെ കിട്ടിയിരിക്കുന്ന അപേക്ഷ എന്ന് പറയുന്നത് കേവലം 74,840. പക്ഷേ സത്യാവസ്ഥ എന്താ? അവിടെ ഏതാണ്ട് 82,446 വിദ്യാർത്ഥികൾ അപേക്ഷിച്ചു എന്നിരിക്കെ ബോർഡറിലടക്കമുള്ള വിദ്യാർത്ഥികൾ മറ്റ് ജില്ലകളിലേക്ക് അപേക്ഷ കൊടുത്തു എന്നെല്ലാം പറഞ്ഞ് അവരുടെ ഒക്കെ എണ്ണത്തിൽ നിന്ന് കുറയ്ക്കുകയാണ്. അപ്പോൾ 82,446 വിദ്യാർത്ഥികൾ അപേക്ഷിച്ച ഇടത്ത് ആകെ 74,840 വിദ്യാർത്ഥികൾ മാത്രമാണ് അപേക്ഷിച്ചത് എന്ന് പോലും പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി മാറുന്നു. ഞാൻ ഒരു കാര്യം ഉറച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ KSUവിന്റെ 21 പ്രതിനിധികളാണ് ഇന്നലെയും മെനയാന്നുമായി കേരളത്തിന്റെ വിവിധ ജയിലുകളിൽ, വിവിധ ജയിലെന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജയിലിൽ 19 ആളുകളും മഞ്ചേരി ജയിലിൽ 2 വനിതാ പ്രവർത്തകരടക്കം മഞ്ചേരി ജയിലിലും റിമാൻഡായത് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ആവശ്യമായ സീറ്റുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നീതിയുക്തമായ സമരം നയിച്ചു എന്നതിന്റെ പേരിലാണ്. അങ്ങനെ സമരം നയിക്കുന്ന ആളുകളെയൊക്കെ അടിച്ചൊടുക്കാനും അവരെ പിടിച്ച് ജയിലിലിടാനും തയ്യാറാകുന്ന ഒരു ഭരണകൂടം എന്തേ വിദ്യാർത്ഥികളുടെ അവന്റെ അവകാശമായ പഠിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം അത് കേവലം രാഷ്ട്രീയ പ്രേരിതമല്ല. അത് വിദ്യാർത്ഥികളുടെ, അവരുടെ രക്ഷിതാക്കളുടെ, പൊതുസമൂഹത്തിന്റെ ചോദ്യമാണ്. ആ ചോദ്യത്തെയൊക്കെ രാഷ്ട്രീയ പ്രേരിതമാക്കുന്ന ആർഷോയുടെ മനോഭാവം തിരുത്തണമെന്ന് പറയുന്നു. ഇനി ആർഷോ നേരത്തെ പറഞ്ഞു വെച്ച കാര്യത്തിന് കൂടി മറുപടി പറയണമല്ലോ. ആർഷോ ഈ ഇടതുപക്ഷത്തിന്റെ കേവലം ന്യായീകരണത്തിന്റെ ഒരു വക്താവായി മാറുന്നത് ആർഷോ 1998-2000 കാലഘട്ടത്തിൽ കേരളത്തിലെ പ്രീ ഡിഗ്രി സമ്പ്രദായം പൂർണ്ണമായി ഒഴിവാക്കി ഹയർ സെക്കൻഡറിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ മലബാറിനോട് കാണിച്ച വിവേചനം അത് വിവേചനമായി തുടരുകയാണ്. നിങ്ങൾ അറിയണം ആർഷോ, മലബാറിൽ തെക്കൻ ജില്ലകളെയൊക്കെ അപേക്ഷിച്ചത് ഞാൻ പറഞ്ഞു പ്രാദേശികവാദമല്ല, തെക്കൻ ജില്ലകളിലെല്ലാം അപേക്ഷിച്ച് വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതലുള്ള മലബാറിൽ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. പ്രീ ഡിഗ്രി അവസാനിപ്പിച്ചപ്പോൾ ആ പ്രീ ഡിഗ്രിക്ക് ആനുപാതികമായ സീറ്റുകൾ നൽകിയെന്ന് ചോദിച്ചാൽ ഇല്ല. അവിടെ 96 മുതൽ 2001 വരെ നിങ്ങൾ ഭരിച്ചല്ലോ. അതിനുശേഷം നിങ്ങളുടെ ഭരണകൂടം തന്നെ 2006-ഉം 2011-ഉം ഇവിടെ ഉണ്ടായി. അതിനുശേഷം നിങ്ങൾ വീണ്ടും 16 മുതൽ 21 വരെയും 21-ന് ശേഷവും നിങ്ങൾ ഈ നാട്ടിൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നു. ഞാൻ ആർഷോയോട് വെല്ലുവിളിച്ച് ചോദിക്കുന്നു, നിങ്ങൾ
കേരളത്തിന്റെ കഴിഞ്ഞ 8 കൊല്ലത്തെ ചരിത്രം നിങ്ങൾ എടുത്തു പരിശോധിച്ചോ. കേരളത്തിൽ മലബാറിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി അവർക്ക് സീറ്റില്ല എന്ന് പകൽ പോലെ വ്യക്തമായപ്പോ എത്ര ബാച്ചുകൾ അനുവദിച്ചു എന്ന് ആർഷോയ്ക്ക് പറയാൻ സാധിക്കും? ഇതൊരു വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ആർഷോ തയ്യാറാകണം. മറിച്ച് നിങ്ങളെല്ലായ്പ്പോഴും ഈ സർക്കാരിനെ ന്യായീകരിക്കുന്ന കേവലം ന്യായീകരണ തൊഴിലാളികളായി മാറരുത്. ആർഷോ ഒരു കാര്യം കൂടി ആർഷോയ്ക്ക് സൂചിപ്പിച്ചു തരാം. നിങ്ങൾ പറഞ്ഞല്ലോ ഇടതുപക്ഷം അല്ലല്ല, അത് കേവലം ഒരു പ്രാദേശികവാദമാക്കാനൊക്കെയുള്ള വാക്കുകൾ ആർഷോ പറഞ്ഞു വെച്ചു. അതല്ല യാഥാർത്ഥ്യമെന്ന് കേരളത്തിന്റെ പൊതുസമൂഹം അറിയണം. മാതൃഭൂമി പോലൊരു ചാനലിൽ ഇതുപോലൊരു ചർച്ച നടത്തുമ്പോൾ ഇത് കേവലം പ്രാദേശികവാദമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആർഷോയുടെ അറിവിലേക്ക് പറയുന്നു. 10,000-കണക്കിന് വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുമ്പോഴും നാളെ ഇത്രയും നിങ്ങളുടെ ഭരണകൂടങ്ങൾ ഈ നാട്ടിൽ ഭരിച്ചപ്പോ ഇതൊരു പ്രാദേശികവാദമാണെന്നുള്ള അതൊന്നും ഞാൻ ഉന്നയിച്ചിട്ടില്ല. ഇതൊരു പ്രാദേശികവാദമാണെന്നൊന്നും ഞാൻ പറഞ്ഞു വെച്ചത് അവിടെയാണ്. തോന്നിവാസം പറയാൻ വേണ്ടി പാടില്ലല്ലോ. മലബാറിനോട് ഇടതുപക്ഷം കാണിച്ച വലിയ സ്വീകാര്യതയെ കുറിച്ച് ഞാനിതിൽ പ്രാദേശികവാദം എന്ന് ഞാനിവിടെ പറഞ്ഞത്. അല്ല, പ്രാദേശികവാദം എന്ന ഞാനിവിടെ പറഞ്ഞത് നമ്മൾ അത് ശരി. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ മലബാറിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നേ. നിങ്ങൾ തോന്നിവാസം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കണമെന്നാണോ? 200 ഇതൊരു പ്രാദേശിക പ്രശ്നമല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഇതൊരു പ്രാദേശിക പ്രശ്നമല്ല. ഞാൻ പറയട്ടെ, അങ്ങനെ ആർഷോ നേരത്തെ സർക്കാരിന്റെ വാദമുഖവുമായി വന്നപ്പോ അതിന്റെ കണക്കുകൾ പറയാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ടല്ലോ. ആ കണക്കൊന്ന് പറയട്ടെ, എന്നിട്ട് ആർഷോ വേണ്ട പ്രാദേശികവാദം ഒന്ന് മാറ്റിക്കോ. നിങ്ങൾ ഇനി മലബാർ പറയുമ്പോ അത്തരം വാദങ്ങളെ ഞാനൊന്ന് അല്ലല്ല അത്തരം വാദങ്ങളൊന്ന് പറയട്ടെ എന്റെ ആർഷോ. നിങ്ങൾ വെറും ഈ സർക്കാരിന് എന്താ പറയുക പരിചയം ഒരുക്കുമ്പോ യാഥാർത്ഥ്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലായിക്കോ. 2011-ന്റെയും 2016-ന്റെയും ഇടയിൽ നിങ്ങൾ എഴുതി വെച്ചോ, കേരളത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളില്ലാത്ത 131 പഞ്ചായത്തുകളിൽ അവിടെ ഹയർ സെക്കൻഡറി സ്കൂളുകൾ അനുവദിച്ച ഗവൺമെന്റിന്റെ പേര് അത് ഇടതുപക്ഷ ഗവൺമെന്റ് എന്നായിരുന്നില്ല. അത് ഈ നാട്ടിൽ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോ UDF ഗവൺമെന്റ് അനുവദിച്ചു 131 പഞ്ചായത്തുകളിൽ ഹയർ സെക്കൻഡറി. അത് മാത്രമാണോ? അല്ല, ടോട്ടൽ 226 ഹയർ സെക്കൻഡറി സ്കൂളുകൾ അനുവദിച്ചു കൊടുത്തു. ഞാൻ പറയുന്നു ഇതൊരു കണക്കാണ്, കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുൻപിലുള്ള കണക്കാണ്. നിങ്ങൾക്കൊരു കണക്ക് പറയാൻ അടുത്ത ഊഴത്തിൽ അദ്ദേഹം മറുപടി പറയുമെന്ന് വിചാരിക്കാം. ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ യദു കൃഷ്ണൻ, ഇപ്പോ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ ദിവസം സമരരംഗത്ത് KSUവും MSFും നടത്തിയ സമരരംഗത്ത് മുഴുവൻ മാർക്കുകൾക്കും A+ കിട്ടിയ വിദ്യാർത്ഥികളടക്കം അണിനിരക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ABVP ഈ രംഗത്ത് നടത്തിയ ഇടപെടലുകൾ എന്താണ്? നിങ്ങൾക്ക് ഈ പറയുന്ന വിദ്യാർത്ഥി സംഘടനകളുടെ സീറ്റ് പ്രശ്നവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലുള്ള നിലപാട് എന്താണ്? ഹയർ സെക്കൻഡറി പ്രവേശനവുമായി ബന്ധപ്പെട്ട് 3 ഘട്ട അലോട്ട്മെൻറ്റുകളും പൂർത്തിയായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മലബാറിലെ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലായിട്ട് ഏകദേശം 86,000-ലധികം സീറ്റുകളിലേക്കാണ് 86,000-ലധികം വിദ്യാർത്ഥികളാണ് സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കുന്നത്. ഇതിൽ 50,000-ഓളം വിദ്യാർത്ഥികൾ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നാണ്. 33,000-ലധികം വിദ്യാർത്ഥികൾ മലപ്പുറത്തു നിന്നും 16,000-ലധികം വിദ്യാർത്ഥികൾ കോഴിക്കോട് നിന്നുള്ള വിദ്യാർത്ഥികളുണ്ട്. ഇന്നും കൂടി ചില വിദ്യാർത്ഥികളോട് ഈ സീറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യം സംസാരിക്കുന്ന സമയത്ത് മുഴുവൻ A+ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് പോലും സീറ്റ് ലഭിക്കാത്ത സാഹചര്യമുണ്ട്. അവർക്കിഷ്ടപ്പെട്ട സ്കൂൾ ലഭിക്കുന്നില്ല, അവർക്കിഷ്ടപ്പെട്ട വിഷയം ലഭിക്കുന്നില്ല, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് കള്ളക്കണക്ക് പറഞ്ഞുകൊണ്ട് നമ്മുടെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി അടക്കം ശ്രമിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളെ അടക്കം അണിനിരത്തിക്കൊണ്ട് വരും ദിവസങ്ങളിൽ 24-ാം തീയതി വിദ്യാർത്ഥികളുടെ ക്ലാസ് തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ ദിവസങ്ങളിലടക്കം ABVP ശക്തമായിട്ടുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മുൻപ് ഗവർണറുമായിട്ട് ABVP പരാതി നൽകിയിട്ടുണ്ട്. ഗവർണറോട് ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ABVP ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ ശക്തമായിട്ടുള്ള സമരങ്ങൾക്ക് ABVP നേതൃത്വം നൽകും. ശരി, ശ്രീ PM ആർഷോ, മലബാറിൽ എത്ര അധിക ബാച്ച് നിങ്ങൾ അനുവദിച്ചു? 226 ഹയർ സെക്കൻഡറി സ്കൂളുകൾ,
അതിൽ 131 പഞ്ചായത്തുകളിൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഇല്ലാതിരുന്ന ഇടങ്ങളിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകൾ അനുവദിച്ചു. ഇതൊരു കണക്കാണ് കെ എം അഭിജിത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നേരത്തെ ശ്രീ PM ഷോ പറഞ്ഞു, സംസ്ഥാനത്ത് കഴിഞ്ഞ 8 വർഷമായി അല്ലെങ്കിൽ അതിനു മുൻപ് CPM ഭരിച്ച കാലത്തൊക്കെ പ്രീ ഡിഗ്രി മാറി +2 വരുന്ന കാലം മുതൽ ഇങ്ങോട്ട് ഹയർ സെക്കൻഡറി മേഖലയിൽ സീറ്റ് പ്രശ്നം പരിഹരിക്കാനും ഹയർ സെക്കൻഡറി മേഖലയിൽ ആവശ്യമായ സ്കൂളുകൾ അനുവദിക്കാനും ഇടത് സർക്കാരുകൾ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ടെന്ന് കെ എം അഭിജിത്ത് വെച്ചതുപോലെ മുന്നോട്ട് വെക്കാൻ ഒരു കണക്ക് അങ്ങയുടെ കയ്യിലുണ്ടോ? തീർച്ചയായിട്ടും കണക്ക് അവതരിപ്പിക്കുന്നതിനകത്തൊരു പ്രയാസമില്ല. വിവിധ ഘട്ടങ്ങളിലായി ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ മലപ്പുറം ജില്ലക്കകത്ത് മാത്രം അനുവദിച്ച 671 +2 ബാച്ചുകളാണുള്ളത്. നിലവിൽ UDF ഗവൺമെൻറ്റുകൾ വിവിധ ഘട്ടത്തിൽ കേരളത്തിനകത്ത് അധികാരത്തിലിരുന്നു. ആ ഘട്ടത്തിൽ 449 +2 ബാച്ചുകളാണ് അവർ അനുവദിക്കുന്ന നിലയുണ്ടായിട്ടുള്ളത്. ഇനി വലിയ തോതിലുള്ള കഥ ബീത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 2010 MA ബേബി വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിൽ 179 സ്കൂളുകൾ മലപ്പുറം ജില്ലക്കകത്ത് അധികമായി അനുവദിക്കുന്ന ഘട്ടത്തിൽ പുതിയ ഹയർ സെക്കൻഡറി സ്കൂളുകൾ 179 എണ്ണം ഗവൺമെൻറ് മേഖലയിലും എയ്ഡഡ് മേഖലയിലും ആരംഭിക്കുന്ന ഘട്ടത്തിൽ അതിനെതിരായി സമരം നടത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയാണ് കെ എം അഭിജിത്ത്. മലപ്പുറം ജില്ലക്കകത്ത് അധികമായി സ്കൂൾ ഹയർ സെക്കൻഡറി ഗവൺമെൻറ് എയ്ഡഡ് മേഖലകൾക്കകത്ത് സ്കൂൾ അനുവദിച്ച ഘട്ടത്തിൽ അതിനെതിരായിട്ടുള്ള സമരം നടത്തിയതിൻ്റെ ചരിത്രമൊന്നും അഭിജിത്ത് മറന്നു പോകേണ്ടതായിട്ടില്ല. നമുക്കെടുക്കാം, ഓരോ ഘട്ടത്തിലും വിവിധ ഗവൺമെൻറ്റുകൾ അനുവദിച്ച സീറ്റുകളുടെ എണ്ണം എടുത്താൽ, അനുവദിച്ച ബാച്ചുകളുടെ എണ്ണം എടുത്താൽ എണ്ണമൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അതെല്ലാം തന്നെ ചർച്ച ചെയ്തു പോകണമെന്നുള്ളത് തന്നെയാണ്. എന്തായിരുന്നു അവരന്ന് ഉയർത്തിയൊരു പ്രതിഷേധം? ശ്രീ PM ഷോ കോൺഗ്രസ് സമരം നടത്തി. സ്കൂൾ അനുവദിക്കുന്നതിൽ പ്രതിഷേധം നടത്തേണ്ട കാര്യം എന്താണ്? സ്കൂൾ അനുവദിക്കാതെ തെക്കൻ ഞാൻ ഈ ചർച്ചയിൽ ഇടപെടുകയല്ല. മലബാറിന്റെ ഒറ്റ ചോദ്യം, UDF എത്ര ബാച്ച് അനുവദിച്ചു എന്നാണ് ആർഷോ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്? UDF എത്ര സീറ്റ് അനുവദിച്ചു എന്നാണ് ആർഷോ പറഞ്ഞു വെച്ചിരിക്കുന്നത്? 449 +2 ബാച്ചുകൾ. ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ട ആർഷോ, നിങ്ങൾ ഞാൻ അതിന് മറുപടി പറയാമോ? അദ്ദേഹം അനുവദിച്ച മറുപടി തരാം. അല്ല, അങ്ങനെയാണെങ്കിൽ അഭിജിത്ത് മാത്രമേ ഒന്ന് ചർച്ച നടത്തിക്കൂ. അല്ല എന്താ അല്ല, ഇതിപ്പോ നേരത്തെ കെ എം അഭിജിത്ത് സംസാരിച്ച സമയത്ത് PM സംസാരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ അഭിജിത്ത് വ്യക്തിപരമായി തെറ്റായ വിവരം പറഞ്ഞ ഘട്ടത്തിൽ ഞാൻ ഇടപെട്ട്. അല്ല, അങ്ങ് പറഞ്ഞ കണക്കിൽ തെറ്റുണ്ടെന്ന് അഭിജിത്തിനും തോന്നി എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി, എന്തായാലും PM ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. അല്ല, അഭിജിത്ത് ഞാൻ പ്രാദേശികവാദം ഉന്നയിച്ചു എന്ന നിലയിലേക്ക് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ഘട്ടത്തിൽ അതിനെ തിരുത്തേണ്ടുന്ന അവതാരക തിരുത്താൻ തയ്യാറാകാത്ത ഘട്ടത്തിലാണ് ഞാൻ അതിനകത്ത് പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത്. ഞാൻ ഈ ചർച്ചയുടെ ആദ്യ ചോദ്യത്തിൽ എല്ലാവരും മറുപടി പറയുമ്പോൾ ഇടപെട്ടിട്ടില്ല. നിങ്ങളുടെ അടുത്ത ഊഴത്തിൽ നിങ്ങൾ തിരുത്തട്ടെ എന്നുള്ള നിലപാടാണ് ഞാൻ സ്വീകരിച്ചത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ട്. ആദ്യം ഇടപെട്ട ആയതുകൊണ്ടാണ് ഇത്തവണ അഭിജിത്ത് ഇടപെട്ടപ്പോൾ ഞാൻ തടയാതിരുന്നത്. ശരി, അതുകൊണ്ട് അങ്ങ് കംപ്ലീറ്റ് ചെയ്യൂ. അഭിജിത്ത് സമ്മതിക്കുന്നുണ്ട്, കംപ്ലീറ്റ് ചെയ്യൂ. പ്രാദേശികവാദമാണ് ഉന്നയിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അത് തെറ്റായിട്ടുള്ള കാര്യമല്ലേ? അല്ല, ഒരു മിനിറ്റ്, അത് നമുക്ക് ക്ലാരിറ്റി വരുത്തി പോകാം. അങ്ങനെയാണെങ്കിൽ ശ്രീ PM അതായത് അങ്ങ് പറഞ്ഞു ഈ പറയുന്ന +2 ബാച്ചുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് മലപ്പുറം മേഖലയെ മാത്രം അങ്ങ് പറഞ്ഞതാണല്ലോ അല്ലെ? അല്ലെങ്കിൽ അങ്ങേക്ക് തിരുത്താം, മലപ്പുറം അല്ലെങ്കിൽ മലബാർ മേഖലയെ മാത്രം. ഞാനൊന്ന് പറയട്ടെ ശ്രീ PM അല്ലല്ല, ഞാനൊന്ന് പറയട്ടെ മലബാർ മേഖലയെ മാത്രം പിന്നോട്ടടിക്കുന്നു എന്ന ഒരു പ്രചാരണം ഇവർ നടത്തുന്നു എന്ന് ആർഷോ ആരോപിച്ചില്ലേ? മാധുവിന്റെ ഇൻട്രോ എന്തായിരുന്നു? എന്തായിരുന്നു സമരത്തിന്റെ മുദ്രാവാക്യം? എന്താ ഞാൻ എവിടെയെങ്കിലും വിളിച്ചോ? അല്ല, പ്രാദേശികവാദം ഞാൻ പ്രാദേശികവാദം എന്ന് ഞാൻ വിളിച്ചോ? നിങ്ങൾ തമ്മിലുള്ള തർക്കമാണ്, ഞാൻ അതിലില്ല. നിങ്ങൾ തമ്മിലുള്ള തർക്കമാണ്, ഞാൻ അതിലില്ല. ഞാൻ ചോദിച്ച ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ ആർഷോ. ഞാൻ പറയുന്നത് അത് വിട്ടുകളയാൻ അങ്ങനെ പറയേണ്ട എങ്കിൽ പറയേണ്ട എന്ന് കെ എം അഭിജിത്ത് പറഞ്ഞു. ഇത് നോക്കൂ, നമ്മൾ ഈ വ്യാകരണ ക്ലാസ് അല്ലല്ലോ നടത്തുന്നത്. ഒന്ന് പറയട്ടെ ആർഷോ, അങ്ങ് ആ പ്രാദേശികവാദം എന്ന പറയാൻ സമ്മതിക്കോ? ഒന്ന് പറയാൻ സമ്മതിക്കുമോ?
അത് തെറ്റായി അവതരിപ്പിക്കലാണല്ലോ. തെറ്റെന്ന് അഭിജിത്ത് പറഞ്ഞല്ലോ, വേണമെങ്കിൽ അത് ഉപയോഗിക്കണ്ട എന്ന് ചർച്ച ചെയ്ത് പറഞ്ഞല്ലോ. ഞാൻ ഇടപെട്ടില്ല. ഞാൻ ആർഷോ ആദ്യഘട്ടത്തിൽ പറഞ്ഞപ്പോഴും ഇടപെട്ടില്ല. KM അഭിജിത്ത് ആദ്യഘട്ടത്തിൽ പറഞ്ഞപ്പോഴും ഇടപെട്ടില്ല. ആദ്യഘട്ടമല്ലേ ഇടപെടണ്ട എന്ന് വിചാരിച്ചാണ്. നിങ്ങൾക്ക് ഈ മാധ്യമപ്രവർത്തകർ ഇടപെടുന്നതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. ആദ്യഘട്ടമല്ലേ അവനവന്റെ വാദം പറഞ്ഞു പോകട്ടെ എന്നൊരു ജനാധിപത്യത്തിന്റെ പേരിൽ വിചാരിച്ചു എന്നേ ഉള്ളൂ. ആർഷോ പറഞ്ഞപ്പോഴും ഇടപെട്ടില്ല, അഭിജിത്ത് പറഞ്ഞപ്പോഴും ഇടപെട്ടില്ല. രണ്ടാം ഘട്ടത്തിൽ ഇടപെടാമല്ലോ. ജനാധിപത്യത്തിന്റെ പുറത്ത് തോന്നിവാസം പറഞ്ഞപ്പോ നിങ്ങൾ ഇടപെടാതിരുന്നോണ്ട് ഞാൻ ഇടപെട്ടു. അങ്ങേക്ക് തോന്നിവാസമാണെന്ന് തോന്നുന്ന കാര്യത്തിൽ അങ്ങ് ഇടപെടുക. എനിക്ക് തോന്നിവാസമാണെന്ന് തോന്നുന്ന കാര്യത്തിൽ ഞാൻ ഇടപെടും. അഭിജിത്തിന് തോന്നുന്ന കാര്യത്തിൽ അഭിജിത്ത് ഇടപെടും. ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിൽ നിന്ന് വളരെ മനോഹരമായി സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അത് നാട്ടുകാർക്ക് മനസ്സിലാവുന്നില്ലാന്ന് വിചാരിക്കരുത്. അങ്ങ് ഇടപെട്ടതിൽ ന്യായീകരണം ഉണ്ടെന്നേ. ന്യായീകരണമുണ്ട്. അങ്ങ് പറഞ്ഞല്ലോ അങ്ങേക്ക് തോന്നിവാസമാണെന്ന് തോന്നിയോണ്ട് അങ്ങ് ഇടപെട്ടു. മറ്റുള്ളവരും അങ്ങനെ തന്നെ. ഒരു മിനിറ്റ് ഒന്ന് നിൽക്കാം. നിങ്ങൾക്ക് പല ന്യായീകരണം ഉണ്ടാവും. ഞാൻ എന്റെ ഭാവം പറയട്ടെ. ഒരു മിനിറ്റ് ഒന്ന് ചോദിക്കട്ടെ. അങ്ങ് പറഞ്ഞല്ലോ മലബാർ മേഖലയെ +2 ബാച്ചുകളുടെ കാര്യത്തിൽ +2 സീറ്റുകളുടെ കാര്യത്തിൽ പിന്നോട്ടടിക്കുന്ന നിലപാടുണ്ടെന്ന് വരുത്തി തീർക്കുകയും പ്രചരിപ്പിക്കുകയുമാണ് കോൺഗ്രസും ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകളും ചെയ്യുന്നത് എന്ന് അങ്ങ് പറഞ്ഞില്ലേ? പറഞ്ഞോ ഇല്ലയോ? പ്രാദേശികവാദം എന്ന് ഞാൻ പറഞ്ഞില്ല ഹർഷോ. പ്രാദേശികവാദം ഞാൻ പറഞ്ഞില്ല ഹർഷോ. അഭിജിത്ത് പറഞ്ഞ കാര്യം അഭിജിത്ത് സമ്മതിച്ചു. അഭിജിത്ത് സമ്മതിച്ചു. വേണമെങ്കിൽ അതിന് ഉപയോഗിക്കണ്ട എന്നും അഭിജിത്ത് പറഞ്ഞു. അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റില്ല. ഒരാളൊരു വാക്ക് ഉപയോഗിച്ചു. അല്ല, ഒരാളൊരു വാക്ക് ഉപയോഗിച്ചു. അങ്ങ് അതിനെ പ്രൊട്ടസ്റ്റ്. ഞാൻ ഇടപെടാത്തതിന്റെ കാര്യം ഞാൻ പറഞ്ഞേ ആർഷോ. ഞാൻ ഇടപെടാത്തതിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങ് പറഞ്ഞപ്പോഴും ഇടപെട്ടില്ല, അദ്ദേഹം പറഞ്ഞപ്പോഴും ഇടപെട്ടില്ല. ആദ്യഘട്ടമായതുകൊണ്ട് അത് ഇനി എന്നെ കൊണ്ട് ആവർത്തിച്ച് പറയിപ്പിക്കരുത് പ്ലീസ്. സമയമാണ് കളയുന്നത്. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. അങ്ങ് ഈ ഇത്തവണ ചോദിച്ചൊരു ചോദ്യം അഭിജിത്ത് ചോദിച്ചു. 400 ക്ഷമിക്കണം, അഭിജിത്ത് പറഞ്ഞത് 226 സ്കൂളുകൾ. പൂർത്തീകരിക്കൂ. എന്റെ വാദം പറഞ്ഞ് പൂർത്തീകരിക്കാമോ? തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ ഇത്തവണ മലപ്പുറം ജില്ലക്കകത്തുള്ള ആകെ അപേക്ഷകരുടെ എണ്ണം 82,446 അതിൽ നേരത്തെ മന്ത്രി തെറ്റായ കണക്ക് അവതരിപ്പിച്ചു എന്ന് പറഞ്ഞു. മന്ത്രി പറഞ്ഞ കണക്കിനകത്ത് വേറെ തെറ്റൊന്നുമില്ല. മലപ്പുറം ജില്ലക്കാരായിട്ടുള്ള 74,840 വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലക്കകത്ത് ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. +1 അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. 7,606 വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലക്ക് പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികളാണ്. അത് മലപ്പുറം ജില്ലക്കകത്ത് മാത്രമല്ല, എല്ലാ ജില്ലക്കകത്തും സമാനമായ നിലയിൽ മറ്റ് ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുത. ഇപ്പോൾ കോഴിക്കോട് ജില്ലക്കകത്ത് ആകെ 48,156 വിദ്യാർത്ഥികൾ അഡ്മിഷന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 43,846 വിദ്യാർത്ഥികൾ മാത്രമേ കോഴിക്കോട് ജില്ലക്കകത്തുള്ളൂ. അവിടെയും കണക്ക് അവസാനിക്കുന്നില്ലല്ലോ. ഈ വിദ്യാർത്ഥികളുടെ ആദ്യഘട്ട അലോട്ട്മെന്റുകൾ പൂർത്തീകരിച്ചു. ആദ്യഘട്ട അലോട്ട്മെന്റുകൾ പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ മലപ്പുറം ജില്ലക്കകത്ത് മാത്രം അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടി അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളുടെ എണ്ണം 10,897 വിദ്യാർത്ഥികളാണ്. മലപ്പുറം ജില്ലക്കകത്ത് മാത്രം അലോട്ട്മെന്റ് വന്ന് അവർ അപ്ലൈ ചെയ്ത വിവിധ ഓപ്ഷനുകളിൽ ഒരു ഓപ്ഷൻ അവർക്ക് അലോട്ട്മെന്റ് വന്ന് അഡ്മിഷൻ എടുക്കാതെ, സ്വാഭാവികമായും അഡ്മിഷൻ എടുക്കാതിരിക്കുന്ന ഘട്ടം വരുമ്പോൾ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്തു പോകും. അങ്ങനെ പുറത്തുപോയ 10,897 വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലയിലുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 7,530 വിദ്യാർത്ഥികളുണ്ട്. ഇതിൽ രണ്ട് സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒന്ന്, ഇവിടെ പഠിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം, ഈ പറഞ്ഞ +1 +2 വിദ്യാഭ്യാസം അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, മറ്റേതെങ്കിലും സ്ട്രീമിലേക്ക് പോളിടെക്നിക് ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് ITI ഉൾപ്പെടെയുള്ള സാധ്യതകളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളായിരിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ CBSE ഉൾപ്പെടെ ICSE ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കാം. ഇനി അതിന്റെ അപ്പുറത്തൊക്കെയുള്ള സാധ്യതയുണ്ട്. അതായത് ഇത് മുഴുവൻ വിഷയമാണ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി, അല്ല കഴിഞ്ഞ തവണ നമ്മളെ മുന്നിൽ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇവർ അഡ്മിഷൻ എടുക്കരുത് എന്ന് പറഞ്ഞ് വിലക്കിയതിന്റെ പുറത്ത് അഡ്മിഷൻ എടുക്കാതെ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്തേക്ക് പോയ വിദ്യാർത്ഥികൾ കഴിഞ്ഞ അക്കാദമിക് ഇയറിൽ ഉണ്ടായിരുന്നേ. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം നിൽക്കുന്നത് ഇപ്പൊ തന്നെ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് ലഭ്യമായിട്ടും അഡ്മിഷൻ എടുക്കാതെ ഈ സംവിധാനത്തിന്റെ പുറത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നു. ഇനി നേരത്തെ പറഞ്ഞു ഞങ്ങളിവിടെ സർക്കാരിന് കവചൊരുക്കുകയാണെന്ന്. ഞങ്ങൾ ഒരു സർക്കാരിനും കവചൊരുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. SFIയുടെ നിലപാട് വളരെ കൃത്യമായിട്ടുണ്ട്. അത് വിദ്യാർത്ഥികളോടൊപ്പമാണ് എന്നുള്ളതിനകത്തും തർക്കമില്ല. ഞങ്ങൾ പറയുന്നത് എന്താ, ഞങ്ങൾ ഇനിയിപ്പോ ഈ ഘട്ടത്തിൽ മാത്രം
മാത്രമല്ലല്ലോ അഭിജിത്ത് വലിയ സമരവീര്യം പറയുന്നുണ്ടല്ലോ. ഇതിനു മുൻപ് 8 വർഷത്തിന് മുൻപ് മലബാറിനകത്ത് +1 സീറ്റുമായി ബന്ധപ്പെട്ട് പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? മലപ്പുറം ഉൾപ്പെടെ, കോഴിക്കോട് ഉൾപ്പെടെ, പാലക്കാട് ഉൾപ്പെടെ, കണ്ണൂർ ഉൾപ്പെടെ, വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകൾക്കകത്ത് ഇടതുപക്ഷ ഗവൺമെന്റ് വന്ന ഘട്ടത്തിൽ മാത്രമല്ലല്ലോ പ്രശ്നം ഉണ്ടായിരുന്നത്. അതിനു മുൻപ് വിഷയം ഉണ്ടായിരുന്നു. ആ വിഷയം ഉണ്ടായ ഘട്ടത്തിൽ നിങ്ങൾ കൊടിയെടുത്ത് സമരം ചെയ്തോ? അന്ന് KSUവിന്റെ ഭാരവാഹിയായിരുന്നില്ല അഭിജിത്ത് ഉൾപ്പെടെ സമരം ചെയ്യുന്ന MSF ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ആ ഘട്ടത്തിൽ UDF മിനിസ്റ്ററുടെ സമയത്ത് സമരത്തിന് തയ്യാറായിട്ടുണ്ടോ? തയ്യാറായിട്ടില്ലല്ലോ. നിങ്ങൾ ഈ ഘട്ടത്തിലല്ലേ സമരത്തിന് തയ്യാറായത്? ഞങ്ങളും ആ ഘട്ടത്തിൽ സമരത്തിന് തയ്യാറായിട്ടില്ല. UDF മിനിസ്റ്ററുടെ സമയത്ത് പൊതുവിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങളിൽ ഞങ്ങൾ സമരം ചെയ്തിരുന്നു. ആ സമരം ചെയ്ത ഘട്ടത്തിൽ ഈ വിഷയത്തിൽ ഞങ്ങൾ മാത്രമല്ല ഇത്തവണയും SFI അഡ്മിഷൻ കിട്ടാതെ കുട്ടികൾ പുറത്തിരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി, ഞാൻ വരാം. ഭാഗമായിട്ട് പരിഹരിക്കേണ്ട വിഷയമാണ്. ഒറ്റ പോയിന്റ് അതിദീർഘമാണ് രണ്ടാം ഘട്ടം. നമ്മൾ തർക്കമുണ്ടായത് ശരിയാണ്, എന്നാലും അതിദീർഘമാണ്. സമരത്തിലേക്ക് പോകുമെന്നാണ്. ശരി, സമരത്തിലേക്ക് പോകും പരിഹരിച്ചില്ലെങ്കിൽ എന്ന് തന്നെയാണ്. ശ്രീ റഷാദ് വി എം, ആദ്യഘട്ടത്തിൽ എനിക്ക് അങ്ങനെയൊക്കെ വരാൻ കഴിഞ്ഞില്ല, ചെറിയ സാങ്കേതിക പ്രശ്നമുള്ളതുകൊണ്ട്. ശ്രീ റഷാദ് വി എം, ഇതാ നോക്കൂ, മലപ്പുറത്ത് അലോട്ട്മെന്റ് വന്നിട്ടും PM ആർഷോ പറഞ്ഞു വെച്ച സംഗതിയാണ്. അലോട്ട്മെന്റ് വന്നിട്ടും അഡ്മിഷൻ എടുക്കാത്തത് 10,897 പേരാണ്. 82,446 പേരാണ് അഡ്മിഷന് അപേക്ഷ നൽകിയിരിക്കുന്നത്. അതിൽ ഏതാണ്ട് 10,000-ഓളം പേർ അലോട്ട്മെന്റ് വന്നിട്ടും അഡ്മിഷൻ എടുക്കാത്തവരാണ്. അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനി 72,446 അഡ്മിഷനുകൾ. അതിൽ ഇന്നിപ്പോൾ 3ാം ഘട്ട അലോട്ട്മെന്റും പൂർത്തിയായി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് എന്ന് പറയുന്നത് 50,964 പേരാണ് ഇതുവരെ 3ാം ഘട്ടം കഴിയുമ്പോൾ അഡ്മിഷൻ എടുക്കുന്നത്. പിന്നെയുള്ളത് 22,000 സീറ്റുകൾ. ഈ 22,000 സീറ്റുകളിൽ ബാക്കിയുള്ള കോട്ടകളിൽ അഡ്മിഷൻ ഉള്ളത് 6,437 സീറ്റുകളാണ് കോട്ടകളിലൂടെ അഡ്മിഷൻ കിട്ടുന്നത്. അതായത് 72,000 സീറ്റുകളിൽ 50,000 സീറ്റ് അഡ്മിഷൻ ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് 22,000. 22,000-ൽ നിന്ന് ഏതാണ്ട് 6,000 സീറ്റുകളിൽ ഇനി മറ്റ് കോട്ടകളിൽ അഡ്മിഷൻ കിട്ടാനുണ്ട്. ബാക്കി 14,000 സീറ്റുകൾ. മന്ത്രി പറഞ്ഞത് 3,000 സീറ്റുകളുടെ മാത്രം കുറവ് എന്നാണ്. 3,000-ഓളം സീറ്റുകളുടെ കുറവ് എന്നുള്ളതാണ്. അപ്പൊ ഈ 14,000 സീറ്റുകളിൽ അഡ്മിഷൻ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇനി എന്തു ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാമല്ലോ? കേൾക്കാം. ഓക്കെ. ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയും SFIയും വിദ്യാർത്ഥികളെ പരിഹസിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ വിഷയം എന്താണ്? SSLC കഴിഞ്ഞു ഉന്നത മാർക്ക് വാങ്ങി ജയിച്ച കുട്ടികൾ, സ്വാഭാവികമായിട്ടും SSLC പരീക്ഷയിൽ ഉന്നത മാർക്ക് വാങ്ങിയ കുട്ടിയുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്, ഫുൾ A+ ലഭിച്ച അല്ലെങ്കിൽ ഉന്നത മാർക്ക് വാങ്ങിയ കുട്ടിയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് നല്ല സ്കൂളിൽ പഠിക്കാം, ഇഷ്ടപ്പെട്ട കോഴ്സ് എടുക്കാം എന്നതാണ്. ആ പ്രതീക്ഷയോടുകൂടിയാണ്, അതിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അവർ കഷ്ടപ്പെട്ട് പഠിക്കുന്നത്. നല്ല സ്കൂളിൽ പോകണം, ആഗ്രഹിക്കുന്ന കോഴ്സ് എടുക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 10ാം ക്ലാസ് പരീക്ഷയിൽ അവർ കഷ്ടപ്പെട്ട് പഠിച്ച് ഉയർന്ന മാർക്ക് വാങ്ങുന്നത്. സർക്കാർ ഈ റിസൾട്ട് വന്നപ്പോഴും പല ഇടതുപക്ഷ പ്രൊഫൈലുകൾ ഞാൻ കണ്ടതാണ്. ഈ ഉന്നത വിജയം, വലിയ വിജയ ശതമാനം ഗവൺമെൻറ്റിൻ്റെ എന്തോ വലിയൊരു നേട്ടമായി അവതരിപ്പിക്കുന്നത് പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഗവൺമെൻറ്റിൻ്റെ നേട്ടമാണോ? കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഉയർന്ന മാർക്ക് വാങ്ങി, അത് ഒരിക്കലും ഗവൺമെൻറ്റിൻ്റെ നേട്ടമല്ല. അത് കഷ്ടപ്പെട്ട് പഠിച്ച വിദ്യാർത്ഥിയുടെ നേട്ടമാണ്. അത് അവനെ കഷ്ടപ്പെട്ട് പഠിക്കാൻ അവനെ സഹായിച്ച രക്ഷിതാക്കളുടെ നേട്ടമാണ്. അവൻ്റെ അധ്യാപകരുടെ, അവൻ്റെ വിദ്യാർത്ഥികളുടെ നേട്ടമാണ്. അവന് കഷ്ടപ്പെട്ട് പഠിച്ച് ഉയർന്ന മാർക്ക് വാങ്ങി. ഇനി ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം എന്താണ്? ഗവൺമെൻറ് അവർ ആഗ്രഹിക്കുന്ന കോഴ്സ് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. അതാണ് ഗവൺമെൻറ്റിൻ്റെ ചുമതല. ഗവൺമെൻറ് അത് നിർവഹിച്ചോ എന്നതാണ് ചോദ്യം. നിർവഹിച്ചില്ല എന്ന് മാത്രമല്ല, SSLC പരീക്ഷ കഴിഞ്ഞ് +1 പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് സീറ്റ് കൊടുക്കുന്നതിൽ ഗവൺമെൻറ് പരിപൂർണമായ പരാജയമാണ് എന്നാണ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇവിടെ PM ആർഷോ കുറേ കണക്കുകളൊക്കെ പറഞ്ഞു. അതായത് കുട്ടികൾ അഡ്മിഷൻ എടുക്കാതെ മാറുന്നു എന്നൊക്കെ പറഞ്ഞു. എത്ര വലിയ പരിഹാസം! അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നറിയോ? അതായത് ഈ കുട്ടികൾ ഉന്നത മാർക്ക് വാങ്ങിയ കുട്ടികൾ, അതെങ്ങനെയാണ് ആ ഒഴിവ് വരുന്നത് എന്ന് ചോദിച്ചാൽ, ആ കുട്ടികൾ യഥാർത്ഥത്തിൽ സയൻസ് കോഴ്സിന് അപേക്ഷിച്ചിട്ടുണ്ടാവും.
സയൻസ് കോഴ്സസിനെ അപേക്ഷിച്ചിട്ട് അവർക്ക് പിന്നെ എന്താണ് ഹ്യൂമാനിറ്റീസ് കോഴ്സാണ് ലഭിച്ചിട്ടുണ്ടാവുക. ആ ഹ്യൂമാനിറ്റീസ് കോഴ്സ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഡോക്ടർ ആവാൻ ആഗ്രഹിച്ച് 10ാം ക്ലാസ് പരീക്ഷ പഠിച്ച് ഉന്നത മാർക്ക് വാങ്ങിയ ഒരു കുട്ടി അവന് ഹ്യൂമാനിറ്റീസ് കോഴ്സ് പഠിച്ചാൽ മതി എന്ന് പറയുന്ന സർക്കാരിൻ്റെ നിലപാടാണ് ഇവിടെ ഏറ്റവും പരിഹാസ്യമായിട്ടുള്ളത്. എന്ന് വെച്ചാൽ സയൻസ് പഠിക്കാൻ ആഗ്രഹിച്ച ഒരു കുട്ടിക്ക് ഹ്യൂമാനിറ്റീസ് കോഴ്സ് കിട്ടിയതോടെ അവർ ആ കോഴ്സ് വേണ്ട എന്ന് പറഞ്ഞ് അഡ്മിഷൻ ഒഴിവാക്കുന്ന സാഹചര്യമാണ്. ആ ഒഴിവാണ് വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ വലിയ ഒരു കുട്ടികൾ അഡ്മിഷൻ എടുക്കാതെ പോയി എന്നൊക്കെ പറയുന്നത് ആ ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ കുട്ടിക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന കോഴ്സ് പഠിക്കാനുള്ള സാഹചര്യമില്ല, അവർക്ക് ഇഷ്ടപ്പെടുന്ന സ്കൂള് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അപ്പോൾ ആ രൂപത്തിൽ കുട്ടികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് അവരുടെ കഴിവുകൾക്കനുസരിച്ച് അവരുടെ കരിയർ തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യം ഈ ഗവൺമെൻറ് ഒരുക്കി കൊടുക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. ശ്രീ യദുകൃഷ്ണൻ, ഇപ്പോൾ ഒരു 16,000 വിദ്യാർത്ഥികളുടെ കണക്കാണ് മന്ത്രി പറഞ്ഞതിൽ നിന്നും ശ്രീ PM മാർഷോ പറഞ്ഞ 10,000 പേർ അലോട്ട്മെന്റിന് ശേഷം മാറി നിൽക്കുന്നവരിൽ നിന്നും ഇനി മറ്റു കോട്ടകളിൽ പ്രവേശിക്കാനുള്ള ഏതാണ്ട് 6,000-ലധികം സീറ്റുകളും കഴിഞ്ഞാലും ഒരു 16,000 പേരുടെ ഇതിന് പുറത്ത് നിൽക്കുന്നുണ്ട്. ഈ 16,000 പേരുടെ കണക്ക് എന്ന് പറയുന്നത് ഇതാ നോക്കൂ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം 3 അലോട്ട്മെന്റുകളും ഏതാണ്ട് പൂർത്തിയാക്കാനിരിക്കുമ്പോൾ മുഴുവൻ A+ കിട്ടിയിട്ടും ഇഷ്ടമുള്ള സ്കൂളോ കോഴ്സോ കിട്ടാത്ത വിദ്യാർത്ഥികളാണ് സമരരംഗത്തുണ്ടായിരുന്നത്. അപ്പോൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ കിട്ടിയ വിദ്യാർത്ഥികളുടെ കാര്യമാണത്. അതിനുശേഷമുള്ള കുഞ്ഞുങ്ങളുണ്ട് 8 വിഷയങ്ങൾക്ക് A+ കിട്ടിയവർ, 9 വിഷയങ്ങൾക്ക് A+ കിട്ടിയവർ. തുടർ പഠന യോഗ്യത കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് ഇഷ്ടമുള്ള കോഴ്സിൽ സൗകര്യപ്രദമായ സ്കൂളിൽ, അടിസ്ഥാന സൗകര്യമുള്ള സ്കൂളിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഈ നമ്പർ 1 എന്ന് പറയാൻ കഴിയുകയുള്ളൂ. തീർച്ചയായും അതെ. മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കടക്കം ഇപ്പോഴും ഇന്നടക്കം ഒരു വിദ്യാർത്ഥിയോട് ഞാൻ സംസാരിച്ച സമയത്ത് അവർക്ക് മുഴുവൻ വിഷയങ്ങളിൽ A+ കിട്ടിയിട്ട് പോലും അവരാഗ്രഹിച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ല, അവരാഗ്രഹിച്ച കോഴ്സിന് അഡ്മിഷൻ കിട്ടിയിട്ടില്ല. അവരുദ്ദേശിച്ച് സയൻസ് കോഴ്സിന് അഡ്മിഷൻ എടുക്കാനാണ്, പക്ഷേ നിലവിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ഹ്യൂമാനിറ്റീസ് കോഴ്സാണ്. ഇനി ഏകദേശം 3 അലോട്ട്മെൻറ്റുകളും പൂർത്തിയായി, ഇനി 2 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ മാത്രം ബാക്കിയുള്ളൂ. കേരളത്തിൽ ബാക്കിയുള്ള സീറ്റുകൾ ഏറെക്കുറെ 3000 സീറ്റുകളാണ് ഇനി ബാക്കി ഉള്ളത്. അപ്പോൾ ഈ സീറ്റുകളിലേക്ക് ഇത്രയധികം വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുമ്പോൾ എങ്ങനെയാണ് 24-ാം തീയതി ബാക്കി ഈ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളെ മാത്രം വെച്ച് ക്ലാസ് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്? അതുപോലെ തന്നെ ബാക്കി ഇതുവരെ അഡ്മിഷൻ ലഭിക്കാത്ത കുട്ടികൾ അധിക ഫീസുകൾ നൽകിക്കൊണ്ട് ഇന്ന് രക്ഷിതാക്കളോട് സംസാരിച്ചപ്പോൾ 40,000 50,000 രൂപ ഫീസുകൾ നൽകിക്കൊണ്ട് മറ്റുള്ള സ്കൂളുകളിൽ, അൺഎയ്ഡഡ് സ്കൂളുകളിലൊക്കെ തന്നെ അഡ്മിഷൻ എടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾ, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ, ഇവർ നിലവിൽ എവിടെയും തന്നെ അഡ്മിഷൻ ലഭിക്കാത്ത സാഹചര്യമുണ്ട്. അവരുടെ ഉന്നത വിദ്യാഭ്യാസം തന്നെ ത്രാസിലായി തുലാസിലായി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ശരി, ശ്രീ കെ എം അഭിജിത്ത്, നിങ്ങൾ ഇതിനു മുൻപും ഒരു മിനിറ്റ് മാധു വരുമ്പോ നേരത്തെ വൈകാരികമായി വളരെ പ്രക്ഷുബ്ധനായി പ്രിയപ്പെട്ട SFIയുടെ പ്രതിനിധി ഇവിടെ സംസാരിക്കുന്നത് കേട്ടു. ഈ ആവേശമൊക്കെ +1 സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി കാണിച്ചിരുന്നെങ്കിൽ നന്നായേനെ എന്നൊരു മറുപടിയാണ് ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിനോട് സൂചിപ്പിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഇതിപ്പോ PM മാർഷോ കാണിച്ചിരുന്നെങ്കിൽ KM അഭിജിത്ത് കേട്ടോണ്ടിരിക്കുകയായിരുന്നോ? ശരി, നിങ്ങൾ പറയാം. അല്ല, അതൊരു ശരിയായ നിലപാടല്ല. ശരിയായ നിലപാടല്ല. അത് തുടങ്ങിയല്ലോ, പൂർത്തീകരിച്ചോളൂ. ശരിയല്ലല്ലോ, തെറ്റിദ്ധരിപ്പിക്കുന്ന പല വാദങ്ങളും അതിന്റെ മറുപടിയിലേക്ക് എനിക്ക് പോകേണ്ടതുണ്ട്. പക്ഷെ മറുപടി പറയണമെങ്കിൽ ചോദ്യം മിനിമം മുന്നോട്ട് വെക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കണ്ടേ ഒരു ചർച്ച നയിക്കുന്ന ആൾക്ക്? ശരി, പറയൂ. അല്ല, അഭിജിത്ത് പറഞ്ഞല്ലേ, പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞു വന്നു മാധു, അതൊരു ചെറിയ വിഷയമല്ലെന്നേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങേക്കൊരു ബുദ്ധിമുട്ട്, ഒരു ആങ്കർ എന്ന രീതിയിൽ അങ്ങേക്ക് അതിൽ പ്രയാസം ഉണ്ടായിട്ടുണ്ട്, ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. പക്ഷെ എനിക്കിവിടെ പറയേണ്ടുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങ് ആരംഭത്തിൽ തന്നെ ഞാൻ അങ്ങയോട് ഇത് സൂചിപ്പിച്ചത്. കാരണം ഇവിടെ ആർഷോ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തെ ആകെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് അതിന് മറുപടി കൊടുക്കാതെ പോകാതിരിക്കാൻ നിർവാഹമില്ല.
സ്വന്തം വകുപ്പിൽ എന്താണ് നടക്കുന്നത് എന്നറിയാത്ത കേരളത്തിന് ബാധ്യതയായി മാറുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് കേരളത്തിലുണ്ട്. അദ്ദേഹത്തിന് ക്യാപ്സ്യൂളുകൾ എഴുതി കൊടുക്കുന്ന അതേ ആൾ തന്നെയാണോ ഇദ്ദേഹത്തിനും എഴുതി കൊടുക്കുന്നത് എന്നുള്ള ഒരു സംശയം ഞാൻ മുമ്പോട്ട് വെക്കുന്നു. കാരണം നേരത്തെ പറഞ്ഞല്ലോ, 10,997 വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് അഡ്മിഷൻ എടുത്തിട്ടില്ല എന്ന് ചോദിച്ചാൽ അവർ അവരുടെ ഊണും ഉറക്കവും ഇല്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച് ഏറ്റവും മികച്ച മാർക്ക് വാങ്ങിയിട്ട്, ഏറ്റവും മികച്ച റാങ്കുകൾ വാങ്ങിയിട്ട്, ഗ്രേഡുകൾ വാങ്ങിയിട്ട് അവരാഗ്രഹിക്കുന്നിടത്ത് പഠിക്കാൻ, അവർ ആഗ്രഹിക്കുന്ന കോഴ്സിൽ കോമ്പിനേഷനിൽ പഠിക്കാൻ അവർക്ക് സാധിക്കാതെ വരുമ്പോൾ അവർ അഡ്മിഷൻ എടുക്കുന്ന എന്തിനവർ അഡ്മിഷൻ എടുക്കണം? ഇവർ നേരത്തെ ആർഷോ പറഞ്ഞ ഗുരുതരമായ 1-2 വാദങ്ങളുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ ആളുകളെ സമ്മർദ്ദപ്പെടുത്തി അഡ്മിഷൻ എടുപ്പിച്ചിട്ടില്ല. ആരെടുപ്പിച്ചിട്ടില്ല ആർഷോ? നിങ്ങൾ ആരെയാണ് കബളിപ്പിക്കുന്നത്? ആരാണ് അഡ്മിഷൻ എടുക്കാതെ സമ്മർദ്ദപ്പെടുത്തിയത്? ആരാണ്? അപ്പൊ ഇതുപോലുള്ള വാദങ്ങൾ നിർത്തുകയാണെന്നേ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മുഴുവൻ വിഷയങ്ങൾക്കും A+ വാങ്ങിയ കുട്ടി അവൻ ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ, അത് സയൻസ് ആയിരിക്കാം, കൊമേഴ്സ് ആയിരിക്കാം, ഹ്യൂമാനിറ്റീസ് ആയിരിക്കാം, അതെടുത്ത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവരെ തള്ളി പറയാൻ പറ്റുമോ? ഈ 2024 നമ്മൾ ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേന്മയെ ഒക്കെ ചോദ്യം ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ നയം ഈ രാജ്യത്തിന്റെ ഭരണകൂടം അവതരിപ്പിച്ചു. അതിലേക്ക് നമുക്ക് വരാം. അങ്ങനെ അവതരിപ്പിച്ചപ്പോ ഈ 18 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം അവകാശമായ നാട്ടിലാണ് 15 വയസ്സ് കഴിഞ്ഞ വിദ്യാർത്ഥിക്ക് പഠിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നത്. അങ്ങനെ നിഷേധിക്കുന്നിടത്ത് വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കില്ല. അതിനെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് ആ പ്രതിനിധി തന്നെ പറയട്ടെ. രണ്ടാമത്തത്, അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. മുഴുവൻ വിഷയങ്ങൾക്ക് A+ കിട്ടിയ കുട്ടി അവൻ ആഗ്രഹിക്കാത്ത സ്ട്രീമിൽ അഡ്മിഷൻ വരുമ്പോൾ, അലോട്ട്മെന്റ് വരുമ്പോൾ അവൻ അലോട്ട്മെന്റ് എടുക്കില്ല. അത് അഡ്മിഷൻ എടുക്കാൻ വിമുഖത കൊണ്ടല്ല, അത് സർക്കാരിന്റെ കഴിവുകേടും പരാജയവും കൊണ്ടാണ്. ഇത് ഇന്ന് മാത്രം ഉണ്ടായതല്ലെന്നേ, കുറെ നാളുകളായി. അതുകൊണ്ടാണല്ലോ അഭിജിത്ത് സീറ്റ് വർധനയ്ക്ക് പകരം ബാച്ച് വർധനവ് എന്നൊരു ആവശ്യം കാലാകാലങ്ങളായി മുന്നോട്ട് വെക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം N. ഷംസുദ്ദീൻ നിയമസഭയിൽ പറഞ്ഞു 27 കോടി കേരളീയത്തിന് മുടക്കാനുണ്ട്, 20 കോടി അധിക ബാച്ചിന് അനുവദിക്കാനില്ല എന്ന്. ഈ ബാച്ച് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നമാണ് നിലവിലുള്ളത്? അത് അധ്യാപകരുടെ പ്രശ്നം കൊണ്ടാണോ, സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ പ്രശ്നം കൊണ്ടാണോ? എങ്ങനെയാണ് സർക്കാർ അതിനെ വിശദീകരിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും മാധു ചോദിച്ച കാര്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ട് ഹയർ സെക്കൻഡറിക്ക് പുതിയ ബാച്ചുകൾ അനുവദിക്കുന്നില്ല എന്ന് പറയാനുള്ള സാമാന്യമായ മര്യാദയെങ്കിലും ഈ സർക്കാർ കാണിക്കണമെന്ന് അവരോട് സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം മാധു, നേരത്തെ ആർഷോ പറഞ്ഞു വെച്ചൊരു വലിയ ഗുരുതരമായൊരു തെറ്റുണ്ട്. 449 ബാച്ചുകളാണത്രേ UDF ഗവൺമെന്റ് അനുവദിച്ചത്. പ്രിയപ്പെട്ട ആർഷോ, അങ്ങ് സർക്കാരിനെ ന്യായീകരിച്ചു കൊണ്ടേ ഇരുന്നോളൂ, തർക്കമൊന്നുമില്ല. +1 അഡ്മിഷൻ കിട്ടാതെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന വിദ്യാർത്ഥികളെ പരിഹസിച്ചുകൊണ്ടേ ഇരുന്നോളൂ, തർക്കമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ പറയുന്ന എല്ലാ അസത്യങ്ങളും അങ്ങ് കണ്ണടച്ച് ഞങ്ങൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ അത് മറ്റെവിടെയെങ്കിലും മറ്റാരെങ്കിലും നോക്കിയാൽ മതി എന്ന് സൂചിപ്പിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ 2011-ലും 2014-ലുമായി ഈ കേരളത്തിൽ 850 ഹയർ സെക്കൻഡറി ബാച്ചുകളാണ് ഈ UDF ഗവൺമെന്റ് ഇവിടെ അനുവദിച്ചത്. 850 ബാച്ചുകൾ. അത് 2011-ന്റെയും 2016-ന്റെയും ഇടയിലാണെങ്കിൽ നിങ്ങൾ വെറുതെ ഒന്ന് കുറച്ചുകൂടി പുറകോട്ട് പോയാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 2001-ന്റെയും 2006-ന്റെയും ഇടയിൽ ബഹുമാന്യനായ ശ്രീ AK ആന്റണിയും ശ്രീ ഉമ്മൻചാണ്ടിയും മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ട ശ്രീ നാലകത്ത് സൂപ്പി കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ കേരളത്തിൽ ഹൈസ്കൂളുകളിൽ എല്ലാ ഹൈസ്കൂളിലും +1 ബാച്ച് നിലവിലുള്ള എല്ലാ ഇടങ്ങളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളാക്കി അതിനെ അപ്ഗ്രേഡ് ചെയ്യാനും പുതിയ +1 ബാച്ചുകൾ കൊടുക്കാനുമുള്ള നടപടി സ്വീകരിച്ചു വന്നു. 2001 മുതൽ 2006 വരെ, 11 മുതൽ 16 വരെ വീണ്ടും അധികാരത്തിലേക്ക് വന്നപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 226 പുതിയ ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് കേരളത്തിൽ അനുവദിക്കപ്പെട്ടത്. അവിടെയാണ് 850-ൽ പരം ബാച്ചുകൾ അനുവദിക്കപ്പെട്ടത്. ഇതിനെയൊക്കെ അങ്ങ് മായ്ച്ചു കളയാൻ കുറെ MA ബേബി കൊടുത്ത കണക്കാ. നിങ്ങൾ വസ്തുനിഷ്ഠമായി കണക്കുകൾ വെച്ച് നമുക്ക് ചർച്ച ചെയ്യാം. നേരത്തെ MA ബേബി ഭരിച്ച കാലത്ത് 179 അധിക സ്കൂൾ അനുവദിച്ചപ്പോൾ നിങ്ങൾ സമരം ചെയ്തു എന്ന്. അങ്ങനെ ഒരു സമര ചരിത്രമുള്ളവരാണോ ഇപ്പോൾ മലബാറിന്റെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന വിലാപമുണ്ടാക്കുന്നത്? എവിടെയാണെന്ന് ആർഷോ പറയട്ടെ. എന്തിന് സമരം ചെയ്തു എന്ന് ആർഷോ പറയട്ടെ. ഞങ്ങൾ ഇവിടെ പറയുന്നു. പിന്നെ ആർഷോ നേരത്തെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. 2011-ന്റെ അങ്ങനെ സമരം ചെയ്തിട്ടില്ല എന്നാണോ? അങ്ങനെ ഒരു സമരം നിങ്ങൾ നടത്തിയിട്ടില്ല എന്നാണോ? PM ആർഷോ SFയുടെ സംസ്ഥാന സെക്രട്ടറി ഉത്തരവാദിത്തപൂർവ്വം പറയുന്നതാണ് തെക്കൻ ജില്ലകൾക്ക് അധിക ബാച്ചുകൾ അനുവദിക്കുന്നുണ്ട്, വടക്കൻ ജില്ലകളിൽ അങ്ങനെ തെക്കൻ ജില്ലകൾക്ക് അനുവദിക്കാതെ വടക്കൻ ജില്ലകളിൽ 179 ബാച്ചുകൾ അനുവദിച്ചതിനെതിരെ നിങ്ങൾ സമരം നടത്തിയെന്ന് ശരിയാണോ അല്ലയോ?
നോക്കൂ അന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി എല്ലാ ഇടങ്ങളിലും ഞങ്ങൾ പറയുന്നു, എല്ലാ ഇടങ്ങളിലും ഇത് ഭരിക്കുന്ന പാർട്ടി ആരാണ്, ഭരിക്കുന്ന കൊടിയുടെ നിറമേതെന്ന് നോക്കി സമരം ചെയ്യുന്ന ആളുകളല്ല ഞങ്ങൾ. എക്കാലത്തും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയിട്ടുണ്ട്. എല്ലാ ഇടങ്ങളിലും സ്കൂളുകൾ വേണമെന്നുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് എക്കാലത്തും അങ്ങനെ തന്നെയാണ്. നോക്കൂ നിങ്ങൾ, 2011-ന്റെയും 2016-ന്റെയും ഇടയിൽ വിദ്യാർത്ഥികൾക്ക് +1 അഡ്മിഷന് സ്കൂളുകൾ ഇല്ലാതെ വരുമ്പോൾ അതിനുവേണ്ടി നിതാന്തം സമരം ചെയ്ത സംഘടനയുടെ പേര് തന്നെയാണ് KSU. MSF അടക്കമുള്ള ഇവിടുത്തെ UDF-ന്റെ വിദ്യാർത്ഥി സംഘടനകളെല്ലാം അതിനുവേണ്ടി ശബ്ദമുയർത്തിയ ആളുകളാണ്. ആ കാലത്ത് മറ്റു പല വാദങ്ങളെയും നിങ്ങൾ ഇതുമായിട്ട് കോട്ട് ചെയ്യേണ്ട. രണ്ടാമത്തെ കാര്യം, ശ്രീ ആർഷോ പറഞ്ഞ മറ്റൊരു കാര്യം, എന്താണ് ആർഷോ, ആരാ നിങ്ങളെ കഴിഞ്ഞ വർഷങ്ങളിൽ സമ്മർദ്ദപ്പെടുത്തി വിദ്യാർത്ഥികളിൽ നിന്ന് അഡ്മിഷൻ എടുക്കണ്ട എന്ന് പ്രേരിപ്പിച്ചത്? നിങ്ങളത് പറയണ്ടേ? നിങ്ങൾ അങ്ങനെ ഇവിടെ +1 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കാൻ വേണ്ടി ഞങ്ങൾ ആരെയോ സമ്മർദ്ദപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അതൊക്കെ തെളിയിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് കൂടി ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നു. എന്തായാലും ഇവിടെ ഒരിക്കൽ കൂടി പറയുന്നു, സ്വന്തം ഡിപ്പാർട്ട്മെന്റിൽ സ്വന്തം വകുപ്പിൽ എന്താണ് നടക്കുന്നത് എന്നറിയാത്ത ഒന്നിനും ഒരു തരത്തിലും, കാരണം ഇത് ഇന്ന് മാത്രമല്ലല്ലോ, എല്ലാ കാലങ്ങളിലും ഈ വിദ്യാർത്ഥികളുടെ വിഷയം മുൻപോട്ട് വെച്ച് കൊടുത്തിട്ടും അദ്ദേഹത്തെ പോയി കണ്ടിട്ടും സഭയിലടക്കം പലതവണ പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചിട്ടും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് നേതൃത്വം കൊടുത്തിട്ടും അതിനൊന്നും പരിഹാരം കാണാതെ ഇന്ന് 3ാമത്തെ അലോട്ട്മെന്റും കഴിഞ്ഞ് വിദ്യാർത്ഥികൾ കണ്ണീരോടെയാണ്, പല വിദ്യാർത്ഥികളും കണ്ണീരോടെയാണ് ഈ തങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാത്ത സാഹചര്യത്തിൽ, സന്ദർഭത്തിൽ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ രക്ഷിതാക്കൾ വിളിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, മുഴുവൻ വിഷയങ്ങൾക്കും A+ കിട്ടിയ കുട്ടികൾക്ക് പോലും അഡ്മിഷൻ ലഭിക്കാതിരിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഒരു സർക്കാരിന്റെ മുൻപാകെ രാഷ്ട്രീയ മതജാതി ഭേദമന്യേ വർണ്ണഭേദമന്യേ ആളുകൾ ചോദിക്കുമ്പോൾ മറുപടി പറയാൻ, സാമാന്യമായിട്ടൊരു മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥരായ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. അതേസമയം നേരത്തെ സൂചിപ്പിച്ചു, മാധുവിന്റെ ചോദ്യത്തിൽ പറഞ്ഞു, ദൂർത്ത് നടത്താൻ ഇവർക്ക് പണമുണ്ട്. +1 ബാച്ച് അനുവദിക്കാൻ ഇവർക്ക് പണമില്ലെങ്കിലും ദൂർത്ത് നടത്താൻ ഇവർക്ക് പണമുണ്ട്. ദൂർത്തിന് വേണ്ടി എത്ര പണം വേണമെങ്കിലും ഇവർ ചെലവാക്കും. ക്ലിഫ് ഹൗസ് നവീകരിക്കാനും പുതിയ വാഹനങ്ങൾക്ക് വേണ്ടിയും ആർഭാടങ്ങൾ നടത്താനും എല്ലാം ഇവർക്ക് പണമുണ്ട്. തിരുവനന്തപുരം നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് പോകണ്ട, അതിലേക്ക് മറുപടി പറഞ്ഞു പോയാൽ ബുദ്ധിമുട്ടായിരിക്കും. അതിപ്പോ N. ശംസുദ്ദീൻ നിയമസഭയിൽ ചോദിച്ചൊരു ചോദ്യം ആയതുകൊണ്ട് ഞാൻ അതിന്റെ ഒരു അങ്ങനെ തന്നെ ഉന്നയിച്ചു എന്നേ ഉള്ളൂ. മറ്റു വിഷയങ്ങളിലേക്ക് ഇപ്പൊ പോയാൽ അതിന് മറുപടി പറഞ്ഞാൽ ഈ വിഷയവുമായി ചർച്ച മുന്നോട്ട് പോകാതെ വരും. ശ്രീ പി എം ആർഷോ, ഈ പറയുന്ന ഇഷ്ടമുള്ളത് പഠിക്കാൻ കഴിയാതെ അഡ്മിഷൻ എടുക്കാതെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കണക്കാണ് അങ്ങ് പറഞ്ഞ ഈ അലോട്ട്മെന്റ് വന്നിട്ടും അഡ്മിഷൻ എടുക്കാത്തവരുടെ 10,897 പേരുടെ കണക്ക് എന്നുള്ളതാണ് MSF-ഉം ഒപ്പം കോൺഗ്രസിന്റെ വക്താവായ ശ്രീ KM അഭിജിത്തും പറയുന്നത്. അതൊരു പ്രശ്നമാണ്. ഇപ്പോൾ എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടുന്ന ഒരു കുട്ടിക്ക് പോലും 3ാം ഘട്ട അലോട്ട്മെന്റ് പൂർത്തിയാകുന്ന സമയത്താണ് പരമാവധി സീറ്റ് കിട്ടുന്നത്. എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടുന്ന കുട്ടികൾ മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യരായിട്ടുള്ളവർ, മറ്റുള്ളവർക്ക് സീറ്റ് പ്രശ്നമുണ്ട്. അത് പരിഹരിക്കണ്ടേ? അധിക ബാച്ച് അനുവദിക്കുക എന്ന് പറയുന്നത് SFIയുടെ ആവശ്യമല്ലേ? അതേ മാധു, ഇത് വീണ്ടും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞ 1-2 കാര്യങ്ങൾക്കകത്ത് ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതായിട്ടുണ്ട്. ഒന്ന്, മാധു ചോദിച്ച ചോദ്യം, ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവർ 2 പ്രതിനിധികളും അവതരിപ്പിച്ചത് അവർ ആഗ്രഹിക്കുന്ന ഒരിടത്ത് ലഭിക്കുന്നത് മറ്റൊരിടത്ത്, അത് തെറ്റായിട്ടുള്ള വാദമാണ്. സ്വാഭാവികമായും ഒരു വിദ്യാർത്ഥി ഏകജാലക പ്രക്രിയ വഴി അദ്ദേഹത്തിന് പഠിക്കാൻ ആഗ്രഹമുള്ള സ്കൂളുകൾ, ആഗ്രഹമുള്ള കോഴ്സുകൾ മാത്രമായിരിക്കും ഈ പറഞ്ഞ പോലെ ഓപ്റ്റ് ചെയ്യുക. അതിൽ നിന്നായിരിക്കും അഡ്മിഷൻ ലഭ്യമായത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പ്രിഫറൻസ് ഉണ്ടാവുമല്ലോ, 1, 2, 3, 4 വെച്ച് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ടാവുമല്ലോ. ആദ്യ അലോട്ട്മെന്റിൽ ഒരു പക്ഷേ 4ാമത് വെച്ച സ്കൂളിലായിരിക്കാം അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവുക. അത് 2ാമത് വെച്ച സ്കൂളിലേക്കോ അല്ലെ 1ാമത് പ്രിഫറൻസ് കിട്ടിയ സ്കൂളിലേക്കോ അഡ്മിഷൻ ലഭ്യമാവും. എങ്ങനെ? തൊട്ടടുത്ത അലോട്ട്മെന്റുകളിലല്ലേ? സ്വാഭാവികമായും ആദ്യ അലോട്ട്മെന്റിൽ തന്നെ നമ്മൾ 1ാമത്തെ പ്രിഫറൻസ് വെച്ച സ്കൂളിനകത്ത് അഡ്മിഷൻ കിട്ടും എന്ന് നിർബന്ധമുണ്ടോ? അങ്ങനെ സാധ്യമില്ല. അത് അടുത്ത അലോട്ട്മെന്റുകളിലല്ലേ. ഈ പറഞ്ഞ പോലെ അവർ ആഗ്രഹിക്കാത്ത കോഴ്സിന് എങ്ങനെ അഡ്മിഷൻ കിട്ടുക? അവർ അപ്ലൈ ചെയ്ത കോഴ്സിന് അപ്ലൈ ചെയ്ത സ്കൂളുകളുടെ ലിസ്റ്റിനകത്തല്ലേ അഡ്മിഷൻ വരിക. അപ്പോൾ ഈ സയൻസ് പഠിക്കാൻ, ഡോക്ടറാകാൻ ആഗ്രഹിച്ച ഒരു വിദ്യാർത്ഥിക്ക് ഹ്യൂമാനിറ്റീസ് കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് അലോട്ട്മെന്റ് പ്രക്രിയയിൽ അഡ്മിഷൻ എടുക്കാതെ അവർ പുറത്തേക്ക് പോയത് എന്ന വാദം തെറ്റായിട്ടുള്ള വാദമാണ്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ അഡ്മിഷൻ എടുക്കാതെ പോകുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഇതിനകത്ത് വിഷയമില്ല എന്ന് ഞങ്ങൾ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. വിഷയം ഉണ്ടാവുന്നേ, ആ വിഷയം ഉണ്ടാകുന്നത് ഏത് ഘട്ടത്തിലെ പൂർണ്ണമായി ബോധ്യപ്പെടുക? അഡ്മിഷൻ പ്രക്രിയ പൂർണ്ണമായി അവസാനിക്കുന്ന ഘട്ടത്തിൽ. അത് അവസാനിക്കുന്ന ഘട്ടത്തിലും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അഭിജിത്ത് തെറ്റായി പറഞ്ഞു. കേരളത്തിലാകെ ഈ പറഞ്ഞ UDF മിനിസ്ട്രി മുന്നോട്ട് വെച്ച സീറ്റിന്റെ എണ്ണല്ല കേട്ടോ, ബാച്ചിന്റെ എണ്ണല്ല ഞാൻ പറഞ്ഞത്. വളരെ സ്പെസിഫിക് ആയി മലപ്പുറം ജില്ലക്കകത്ത്
ഭരണകാലത്തെ UDFന്റെ ഭരണകാലത്ത് അനുവദിച്ച സീറ്റുകളുടെ എണ്ണ, ഈ പറഞ്ഞ ബാച്ചുകളുടെ എണ്ണ ഞാൻ പറഞ്ഞ 449, LDF ഭരിച്ച കാലത്തെ വെച്ച ഈ പറഞ്ഞ പോലെ അനുവദിച്ച ബാച്ചുകളുടെ എണ്ണ 671. അതിനോട് കൂട്ടി തന്നെ പറഞ്ഞു വെക്കേണ്ട ഒന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ സമയത്ത് അബ്ദുറബ്ബ് വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന ഘട്ടത്തിൽ നിങ്ങൾ സീറ്റ് അല്ലെ ബാച്ച് അനുവദിച്ചിട്ടുണ്ട്. ആ ബാച്ച് അനുവദിച്ചത് അശാസ്ത്രീയമായിട്ടായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു ഷോർട്ടേജും പരിഗണിക്കാതെ അല്ലെങ്കിൽ ഒരു തലക്കുള്ള മാനദണ്ഡങ്ങൾ നോക്കാതെ എവിടെയാണോ വിദ്യാർത്ഥികളുടെ എണ്ണം അധികം എന്നുള്ളത് പരിഗണിക്കാതെ എവിടെയാണോ കോഴ്സിന് ക്ഷാമമുള്ളത് അല്ലെങ്കിൽ സീറ്റിന് ക്ഷാമമുള്ളത് എന്ന് പരിശോധിക്കാതെയാണ് നിങ്ങൾ ബാച്ച് അനുവദിച്ചത് എന്നുള്ള വിമർശനം ഞങ്ങൾക്കുണ്ട്. എവിടെയൊക്കെയാണ് അങ്ങനെ ബാച്ചിന്റെ ദൗർലഭ്യം നോക്കാതെ അനുവദിച്ച സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? മലപ്പുറം മേഖലയിൽ അങ്ങനെ വ്യാപകമായി അങ്ങനെ ഇടപെടലിന്റെ കൂടെ ഭാഗമായിട്ടാണെന്ന് ഈ സീറ്റ് ക്ഷാമുള്ളത്. അതിനോടൊപ്പം അത് ഒറ്റ കാര്യം കൂടി 2012 മന്ത്രിയായിരുന്നപ്പോൾ അധിക ബാച്ചുകൾ അനുവദിച്ചപ്പോൾ KSU പ്രതിഷേധിച്ചുവെന്ന്. അതുപോലെ അബ്ദുറബ്ബ് മന്ത്രിയായിരുന്നപ്പോൾ ദൗർലഭ്യം നോക്കാതെ അനുവദിച്ച ഇടങ്ങൾ, ജില്ലകൾ ഏതൊക്കെയാണ്? ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പോലെ തെക്കും വടക്കും യാതൊരു ഈ പറഞ്ഞ പോലെ പരിശോധനകളും നടത്താതെ അനുവദിച്ചതിന്റെ കൂടി റിസൾട്ടാണ് ഈ ഘട്ടത്തിലും പരിഹരിക്കപ്പെടാത്ത സീറ്റ് ക്ഷാമം എന്നുള്ളത് ഒന്ന്. അതിനോടൊപ്പം പറഞ്ഞു പോകാനുള്ള നേരത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ കൊടിയുടെ കണക്കൊക്കെ അല്ല. ഒരു സെക്കൻഡ് മാധു ചോദിക്കുന്ന മാധു ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാം. അതിനൊപ്പം ഇവിടെ പറഞ്ഞ ചില തെറ്റായ കാര്യങ്ങളുണ്ട്, അതുകൂടി ക്ലാരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദിത്തം നേരത്തെ അഭിജിത്ത് ഭരിക്കുന്ന പാർട്ടിയുടെ കൊടിയുടെ കണക്ക് പറഞ്ഞല്ലോ. ആ അഭിജിത്തിനോട് 2012 ഈ പറഞ്ഞ 2012 പുറത്തു നിർത്ത മലപ്പുറം ജില്ലക്കകത്ത് മാത്രം അഡ്മിഷൻ കഴിയുമ്പോൾ പുറത്തുപോയ വിദ്യാർത്ഥികളുടെ എണ്ണം 13,996. അവരിപ്പോ പറയുന്ന കണക്ക് പ്രകാരമാണെന്നുണ്ടെങ്കിൽ 13 19,165 വിദ്യാർത്ഥികളെ പുറത്തുപോയത്. 14 16,352 വിദ്യാർത്ഥികളൊക്കെ ഈ പറഞ്ഞ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളുടെ എണ്ണവും അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ എണ്ണവും തമ്മിൽ കണക്ക് കൂട്ടുമ്പോഴുള്ള വ്യത്യാസം 2015 22,305 വിദ്യാർത്ഥികളുടെ എണ്ണത്തിലെ വ്യത്യാസം. ആ ഘട്ടത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ KSUവിനെ MSFനെ സമരമുഖത്ത് കണ്ടിരുന്നോ? സമരം ചെയ്തില്ല. ഞങ്ങളും സമരം ചെയ്തില്ല. വിവിധ വിഷയങ്ങൾ ആ ഘട്ടത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെതിരെ ഉയർത്തിയ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളും സമരം ചെയ്തില്ല. കാരണം ഇതങ്ങനെ പുകമറ സൃഷ്ടിച്ച് ഒരു സുപ്രഭാതത്തിൽ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയുന്നതല്ല എന്ന നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. ആ ഘട്ടത്തിലുണ്ട്, ഈ ഘട്ടത്തിലുണ്ട്. ഞങ്ങൾ ഒരു അലോട്ട്മെന്റ് തടസ്സപ്പെടുത്താൻ വേണ്ടി പോയിട്ടില്ല. ഇന്നിവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സമരാണ്. ഈ ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലുള്ള സമരമാണ്. എന്നാൽ ഈ വർഷം തന്നെ അധിക ബാച്ചുകൾ അനുവദിച്ച് ഈ പ്രശ്നം പരിഹരിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചില്ല SFI. അതേ ആവശ്യമല്ലേന്ന് MSFും കോൺഗ്രസും KSUവും ഒക്കെ മുന്നോട്ട് വെക്കുന്നത്. അവർ ആവശ്യം മുന്നോട്ട് വെച്ച് സമരത്തിന് പോകുന്നു. നിങ്ങളുടെ സർക്കാർ ആയതുകൊണ്ട് നിങ്ങൾ ആവശ്യം മുന്നോട്ട് വെച്ച് മിണ്ടാതിരിക്കുന്നു, സമരത്തിന് പോകുന്നില്ല എന്നേ ഉള്ളൂ. അല്ല. ഇത്തവണ നമ്മൾ എന്താ കണ്ടത്? ഈ അഡ്മിഷൻ ആരംഭിക്കുന്നതിന് മുൻപേ ഇവര് സമരം ആരംഭിച്ചു. ഈ സമരത്തിനകത്ത് എന്ത് ആത്മാർത്ഥത ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതിന്റെ കാരണം ഇത് പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ ഇടപെടൽ നടത്തുന്നില്ല എങ്കിൽ ഇവരിപ്പോ പറയാൻ വേണ്ടി നമുക്ക് കഴിയോ ഏതൊക്കെ താലൂക്കിനകത്താണ് സീറ്റുകൾക്കകത്ത് വ്യത്യാസമുള്ളത് എന്നുള്ളത്? ഈ ഘട്ടത്തിലുള്ള വ്യത്യാസം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടാകാം. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ശ്രീ PM മറുപടി പറഞ്ഞില്ല. നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യവും KSUവും MSFും മുന്നോട്ട് വെക്കുന്ന ആവശ്യവും കൃത്യമാണ്. അധിക ബാച്ച് അനുവദിക്കണം. ഈ ആവശ്യത്തിൽ നിങ്ങൾക്കും വ്യത്യാസമില്ല, അവർക്കും വ്യത്യാസമില്ല. അവർ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളായതുകൊണ്ട് തെരുവിലേക്ക് പ്രതിഷേധവുമായി വരുന്നു. നിങ്ങൾ ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയായതുകൊണ്ട് മിണ്ടാതിരിക്കുന്നു. ആവശ്യം ഒന്നല്ലേ? മാധു അങ്ങനെ അനുവദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അതെവിടെയെല്ലാം അനുവദിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ബോധ്യപ്പെടുക ഏത് ഘട്ടത്തിലാ? ഈ അലോട്ട്മെന്റ് പ്രക്രിയ പൂർത്തീകരിക്കപ്പെടുന്ന ഘട്ടത്തിലല്ലേ? ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ല, അലോട്ട്മെന്റ് പ്രക്രിയ പൂർത്തീകരിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട നിങ്ങൾ അധിക ബാച്ചും അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി വരുമ്പോ വിദ്യാർത്ഥികളുടെ ഒരു വർഷം പോയില്ലേ ശ്രീ PM? ഈ ഘട്ടത്തിൽ
അല്ല മാധു, അങ്ങനെ ഒരു വർഷവും പോവില്ല. കഴിഞ്ഞ തവണ നമ്മുടെ മുൻപിൽ ഈ അനുഭവം ഉണ്ടായിരുന്നില്ലേ? എവിടെയെല്ലാം അധിക ബാച്ചുകൾ ആവശ്യമുണ്ടോ അവിടെയെല്ലാം അധിക ബാച്ചുകൾ അനുവദിച്ചില്ലേ? ഇനി ഈ ഘട്ടത്തിലാണെങ്കിൽ ഈ ഘട്ടത്തിൽ നെടുമങ്ങാട് അപ്ലൈ ചെയ്ത ആളുകളിൽ നിന്ന് 188 സീറ്റിന്റെ കുറവുണ്ട് നെടുമങ്ങാട് ഹ്യൂമാനിറ്റീസിന്. അതേപോലെ തന്നെ 100 സീറ്റിന്റെ കുറവുണ്ട് ചിറയൻകീഴില്. അപ്പോ ഈ ഘട്ടത്തിൽ കാസർഗോഡ് നിന്നും മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നൊക്കെ നെടുമങ്ങാട് വന്ന് പഠിക്കാൻ പറ്റില്ലോ. അവനവന്റെ നാട്ടിൽ വേണം എന്നുള്ളതാണല്ലോ ആവശ്യം. അതാ പറഞ്ഞ നെടുമങ്ങാട് ഷോർട്ടേജ് ഉള്ള കാര്യം പറഞ്ഞത്. നെടുമങ്ങാട് താലൂക്കിൽ ഹ്യൂമാനിറ്റീസ് കോഴ്സിന് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളെക്കാൾ കുറവാണ് അവിടെ ഈ പറഞ്ഞ ഹ്യൂമാനിറ്റീസിന്റെ സീറ്റ്. സമാനമായ നിലയിൽ ഈ ഘട്ടത്തിൽ പരിശോധിക്കുമ്പോൾ ആ നിലയിലായിരിക്കും കണക്ക്. നമുക്ക് ഇതിന്റെ അലോട്ട്മെന്റ് പ്രക്രിയ പൂർത്തീകരിക്കപ്പെടുന്ന ഘട്ടത്തിൽ ആ ഘട്ടത്തിലാണല്ലോ വിദ്യാർത്ഥികൾക്ക് അവസരം തുടക്കത്തിലെ ഈ വിഷയത്തിൽ സമരത്തിലേക്ക് ഇറങ്ങാനുള്ള പ്രധാനപ്പെട്ട കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കാം, എനിക്ക് പറഞ്ഞോളൂ. MSF നേരത്തെ തന്നെ ഈ വിഷയത്തിൽ സമരവുമായി വരാനുള്ള കാരണം കഴിഞ്ഞ തവണത്തെ പോലെ വിദ്യാർത്ഥികൾക്ക് നീതി നിഷേധിക്കപ്പെടും എന്ന കൃത്യമായ സൂചന വിദ്യാഭ്യാസ മന്ത്രിയുടെ വിവിധ സമയങ്ങളിലുള്ള പ്രസ്താവനകളിലൂടെ MSFന് ബോധ്യമായതുകൊണ്ടാണ്. വിദ്യാഭ്യാസ മന്ത്രി ആദ്യം പറഞ്ഞത് മലപ്പുറത്ത് അങ്ങനെ ഒരു സീറ്റ് പ്രശ്നമുണ്ടാവില്ല, സീറ്റ് ബാക്കിയായിരിക്കുമെന്ന് പറഞ്ഞു. അത് അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞ ആദ്യത്തെ കള്ളമാണ്. അത് കണക്കുകൾ നിരത്തി അത് അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അതിന് ഉത്തരവുണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്തിനാണ് ഈ +1 സീറ്റ് തന്നെ വാശി പിടിക്കുന്നത്? ജയിച്ചവരെല്ലാം +1 തന്നെ പോകുമോ? അവർ വിവിധ കോഴ്സുകളിലേക്ക് ITIയിലേക്ക് പോകില്ലേ? അങ്ങനെ മറ്റ് ഡിപ്ലോമ കോഴ്സുകളിലേക്ക് പോകില്ലേ? എന്തിനാണ് ഈ +1 തന്നെ എല്ലാവരും വാശി പിടിക്കുന്നത് എന്നുള്ള രൂപത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറഞ്ഞു. അന്ന് ഞങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് മലപ്പുറത്തല്ല മലബാറിലെ മഹാഭൂരിപക്ഷം കുട്ടികളും +1 അപേക്ഷ കൊടുത്തപ്പോൾ അത് ബോധ്യമായി. എന്ന് വെച്ചാൽ നിരന്തരമായി വിദ്യാഭ്യാസ മന്ത്രി അതിനുശേഷം പറഞ്ഞത് ഈ വീടിനടുത്തുള്ള സ്കൂൾ തന്നെ കിട്ടണമെന്ന് വാശി പിടിക്കരുത് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അപ്പം നിരന്തരമായി വിദ്യാർത്ഥികളെ പരിഹസിക്കുന്ന എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട കോഴ്സ് എടുത്ത് ഇഷ്ടപ്പെട്ട സ്കൂളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന മലബാറിലെ വിദ്യാർത്ഥികളെ നിരന്തരമായി പരിഹസിക്കുന്ന നിലപാട് വിദ്യാഭ്യാസ മന്ത്രി എടുത്തപ്പോൾ MSF 2023 മലപ്പുറത്ത് സർക്കാർ സ്കൂളുകളിൽ 348ഉം എയ്ഡഡ് സ്കൂളുകളിൽ 220ഉം അൺഎയ്ഡഡ് സ്കൂളുകളിൽ 4276 സീറ്റുകളും ഒഴിഞ്ഞു കിടന്നു. ആ കണക്ക് വെച്ചാണ് മന്ത്രി അത് പറഞ്ഞത്. ഒടിഞ്ഞുകിടന്നു എന്ന് പറയുന്ന ഈ കണക്ക് യഥാർത്ഥത്തിൽ ഗത്യന്തരമില്ലാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടാതെ ഇഷ്ടപ്പെട്ട സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കാതെ വിദ്യാർത്ഥികൾ മറ്റു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ ഒരു ഒഴിഞ്ഞു വരുന്നു എന്നുള്ള നേരത്തെ ആർഷോ പറഞ്ഞതുപോലെ ഉള്ള ഒരു വാദമാണത്. അത് ശരിയല്ല. എന്ന് വെച്ചാൽ ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് എടുക്കാൻ ഇഷ്ടപ്പെട്ട സ്കൂളിൽ പഠിക്കാൻ കഴിയുന്നില്ല എന്നതാണ്. അത് മാത്രമല്ല, ഇപ്പോൾ 3rd അലോട്ട്മെന്റ് കഴിഞ്ഞു. SFI സമരത്തിലേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞിരിക്കുന്നു. 3rd അലോട്ട്മെന്റ് കഴിഞ്ഞു. ഫുൾ A+ ലഭിച്ച കുട്ടികൾ ഇപ്പോഴും പുറത്താണ്. എന്നിട്ട് പറയുന്നതെന്ന് വെച്ചാൽ UDFന്റെ കാലത്ത് അശാസ്ത്രീയമായി എന്തോ ചെയ്തതുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള സീറ്റ് പ്രതിസന്ധി ഉണ്ടാവുന്നത് എന്നാണ്. നോക്കൂ, +2 സംവിധാനം നിലവിൽ വന്നതിന് ശേഷം 4 തവണ ആണ് CPM കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത്. 4 തവണ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് CPM കൈകാര്യം ചെയ്തത്. 2 തവണയാണ് മുസ്ലിം ലീഗ് UDF കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത്. ഈ 4 വർഷം 4 തവണ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടും UDFന്റെ ഭരണം കഴിഞ്ഞ് 8 വർഷം തുടർച്ചയായി വിദ്യാഭ്യാസ വകുപ്പിൽ ഇരുന്നിട്ടും ഈ അശാസ്ത്രീയത, ഈ പ്രശ്നം പരിഹരിക്കാൻ ഈ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിക്ക് കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ച് വേറെ വല്ല പണിക്കും പോക്കാണ് നല്ലത് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരു കാര്യം ഞങ്ങൾക്ക് വിനയപൂർവ്വം സ്നേഹപൂർവ്വം പറയാനുള്ളത്, ഇത് ഒരു രാഷ്ട്രീയ സംവാദത്തിന് വേണ്ടി രാഷ്ട്രീയമായ തർക്കങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു വിഷയമല്ല. നിരവധി കുട്ടികളുടെ രക്ഷിതാക്കളുടെ കണ്ണീരാണ്. ഞങ്ങളെക്കൊണ്ട് ഈ MSF സജീവമായി സമരരംഗത്ത് ഇറങ്ങുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് MSF കലാപം ഉണ്ടാക്കുന്നു എന്നാണ്.
MSF ഈ വിഷയത്തിൻ്റെ പേരിൽ കലാപം ഉണ്ടാക്കുന്നു, അക്രമാസക്തമായ സമരങ്ങൾ നടത്തുന്നു, അഗ്രസീവായ സമരങ്ങൾ നടത്തുന്നു എന്നാണ്. ഞങ്ങൾ എങ്ങനെ സമരം നടത്താതിരിക്കും സർ? ഓരോ ദിവസവും രാവിലെ ഞങ്ങളുടെ MSFന്റെ നേതാക്കന്മാരുടെ, MSFന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ നേതാക്കന്മാരുടെ ഒക്കെ ഫോണിൽ രക്ഷിതാക്കളും കുട്ടികളും വിളിച്ച് കരയാണ്. എന്താ ചെയ്യേണ്ടത്? ഒരു പ്രതീക്ഷയില്ല, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുന്നു. 3 അലോട്ട്മെന്റ് കഴിഞ്ഞു, ഫുൾ A+ ഉണ്ട്, അല്ലെങ്കിൽ 9 A+ ഉണ്ട്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ജില്ലാ കേന്ദ്രങ്ങളിലൊക്കെ നടത്തുന്ന സമരത്തിന്റെ പേരിൽ KSUവിന്റെയും MSFന്റെയും ഒക്കെ പ്രവർത്തകർ റിമാൻഡിലാണ് എന്നതടക്കമുള്ള കാര്യമാണ്. ആ സമരത്തെ കാണാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. വിദ്യാർത്ഥികളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട, ഭാവിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അത് പരിഹരിക്കേണ്ടതുണ്ട്. അത് ഒരു സീറ്റെങ്കിലും ഒരു സീറ്റ്, ഇപ്പൊ 3000 സീറ്റ് മാത്രമേ കുറവുള്ളൂ എന്ന് പറയുന്നത് ഒരു നിസാരവൽക്കരണമാണ്. അത് പാടില്ലാത്തതുമാണ്. സർക്കാർ ഈ കാര്യത്തിൽ കൃത്യമായി ഇടപെടുമെന്ന് വിചാരിക്കുന്നു. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.